മർക്കസില് നമ്മള് ഇപ്പൊ എന്റെ ബാച്ചിൽ 300 ചില്ലാനം കുട്ടികളുണ്ടായിരുന്നു. 2007 ബാച്ച്. അന്ന് പല ക്ലാസ്സുകളും ഇപ്പൊ നല്ല ക്ഷീണമുണ്ട്, ഒന്നിച്ചിരിക്കുക, ഹൈറ്റ് കുറഞ്ഞ ബിൽഡിങ്, നല്ല ക്ഷീണമൊക്കെ ഉള്ള സമയം. പക്ഷെ എനിക്ക് തീരെ ഉറക്കു വരാത്തൊരു ക്ലാസ് അതിന്റെ ക്ലാസ്. എനിക്ക് മാത്രമല്ല, അതിൽ തുടങ്ങിയ അവസാനം വരെ മുഴുവനായിട്ടും ശ്രദ്ധിക്കുകയും നോട്ട് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഒരു പോയിന്റ് മാത്രം ഞാൻ ഇപ്പൊ സൂചിപ്പിക്കും. ഒന്ന് അത് ക്ലാസ്സിൽ പറയും. ഇതിൽ 3 പോയിന്റ്, ചിലപ്പോൾ 3 പോയിന്റ് പിന്നെ ഉണ്ടാക്കലായിരിക്കും. പക്ഷെ ആ 3 പോയിന്റ് എന്ന് പറയുന്നതോടുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, അലേർട്ടഡ് ആയി. ഇതുപോലെ ക്ലാസ്സിൽ ഓരോ ദിവസവും പിന്നെ സതിന്റെ മുസ്ലിം അത് ഭയങ്കര ആകർഷണീയമായിരുന്നു. അത് വല്ലാത്തൊരു ആനന്ദമായിരുന്നു. ഇൻഷാ അല്ലാഹ് അതുപോലെ നമുക്ക് ഇത്തിബായ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഉപയോഗിക്കാം എന്നത് വളരെ നല്ല ഒരു തർത്തീബിൻ്റെ ഭാഗമാണ് ട്രെയിനിങ് എന്നത്. ട്രെയിൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വരി വരിയായി ഒന്നിൻ്റെ പിന്നാലെ മറ്റൊന്ന് ആ ക്രമത്തിൽ ആണ് ട്രെയിൻ സംവിധാനിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ട്രെയിനിങ്ങിലും ഉള്ളത്. ഒന്നിൻ്റെ പിന്നാലെ റൂട്ട് തെറ്റാതെ വഴി പിരിഞ്ഞു പോകാൻ കഴിയാത്ത രൂപത്തിൽ കണക്റ്റഡ് ടു ഈച്ച് അതർ, ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു സഞ്ചാരം, അതാണ് ട്രെയിനിങ്. അതിൽ നാം ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുകയും ലക്ഷ്യം നേടുകയും ചെയ്യും. നമുക്ക് വിഷൻ വേണം, മിഷനും വേണം. അധ്യാപകർക്ക് വിഷൻ വേണം, മിഷനും വേണം. മുതഅല്ലിമീങ്ങൾക്ക് വിഷൻ വേണം, മിഷനും വേണം. സംഘടനാ പ്രവർത്തകർക്കും ബദരിയയുടെ നടത്തിപ്പുകാർക്കും എല്ലാവർക്കും അത് രണ്ടും വേണം. ഒന്ന് വിഷൻ എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന, ഫോക്കസ് ചെയ്യുന്ന ടാർജറ്റിനാണ് വിഷൻ എന്ന് പറയുന്നത്. മിഷൻ എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏതെല്ലാം മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്, അതിനാണ് മിഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്കൊരു വിഷൻ ഇവിടെ ആദ്യമേ ഉണ്ട്. ഇസ്ലാമിൻ്റെ വിഷൻ എന്താണ് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും നൽകുന്ന മറുപടി വ്യത്യസ്തമായിരിക്കും. എന്തിനാണ് ഇസ്ലാം ആയത്, എന്തിനാണ് ദർസ്, എന്തിനാണ് മദ്രസ, എന്തിനാണ് പള്ളി ദർസ് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എല്ലാവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം ഒരാൾ പറയും സആദത്തു ദാറൈനിയാണ്, അല്ലേ? 2 ലോകത്തിൻ്റെ വിജയം. പരലോകത്തിൻ്റെ വിജയം മാത്രമല്ല, ഇവിടെയുള്ള വിജയവും. സൂറത്തുൽ ബഖറയിൽ 201 വാക്യത്തിൽ പറഞ്ഞതുപോലെ വമിനന്നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വമിൻഹും മൻ യഖൂൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. രണ്ടും നമ്മുടെ സആദത്ത് ദാറൈൻ, 2 ലോകത്തിൻ്റെ വിജയം. ഇവിടെ വിജയിക്കണം, അവിടെയും വിജയിക്കണം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഇവിടെ കൃഷി ചെയ്യുക, അവിടെ കൊയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കൃഷിസ്ഥലം ഉണ്ടായാലേ കൃഷി ചെയ്യാൻ പറ്റൂ. ഇവിടെ കൃഷി സ്ഥലം മാത്രം പോരാ, വിത്ത് വേണം. വിത്ത് മാത്രം പോരാ, വെള്ളം വേണം, വളം വേണം, കർഷകനും വേണം. ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവിടെ കൃഷി ഇറക്കിയാൽ അതിൻ്റെ ഗുണങ്ങൾ മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫിഹാ മാ നശാ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫൗലൈക കാന സഅയുഹും മസ്കൂറ. സൂറത്തുൽ ഇസ്രായിൽ. ആരാണോ ദുനിയാവ് ഉദ്ദേശിക്കുന്നത്, വി വിൽ പ്രൊവൈഡ് ഇറ്റ് ഫോർ ഹിം, അത് നമ്മളവന് കൊടുക്കും. ആരാണ് ആഖിറത്തെ ഉദ്ദേശിക്കുന്നത്, വസഅ ലഹാ സഅയഹാ, ആഖിറത്തിൻ്റെത് കിട്ടണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. വസഅ ലഹാ സഅയഹാ,
അത് കിട്ടാൻ ആവശ്യമായ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ, എന്നിട്ടാണ് ഫൗലായിക്ക കാന ജസാഉഹും മസ്കൂറ, അല്ലേ? കാന സഅയുഹും മസ്കൂറ. അപ്പോൾ നമ്മളെ വിഷൻ സഅദത്തുദ്ദാറൈനിയാണ്. അത് നമ്മൾ ഉറപ്പിച്ച് വെക്കുക, എല്ലാ സ്ഥലത്തും പറയാം. അത് ദിവസം എന്തിനാണ്? 2 ലോകത്തിൻ്റെ വിജയമാണ്. പരലോകത്ത് രക്ഷപ്പെടാൻ ഇവിടെ വിജയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു യാചകനായി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കേണ്ടി വരും എന്ന് തോന്നിപ്പോയാൽ മുത്തഅല്ലിമീങ്ങൾ പിന്നെ ഓതൂല. ഇവിടെ കഷ്ടപ്പെടാൻ ആർക്കൊണ്ടും കഴിയില്ലല്ലോ. പരലോകം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടാം, ഓക്കെ. അല്ലാത്ത കഷ്ടപ്പാട് വേണ്ട. 2 ജാതി കഷ്ടപ്പാടുണ്ട്. ഒന്ന്, പരലോകത്ത് വിജയം കിട്ടാനുള്ള കഷ്ടപ്പാട്. അതൊരു പരീക്ഷ എഴുതി ജയിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങൾ പോലെ. അപ്പോൾ ചിലപ്പോൾ ഉറക്കൊഴിയേണ്ടി വരും, അല്ലേ? പല ടൈമൊക്കെ തെറ്റേണ്ടി വരും. എന്നാലും അവസാനം പരീക്ഷയിൽ ജയിക്കുമല്ലോ എന്ന് കരുതിയിട്ടുള്ള അധ്വാനം, പരിശ്രമം ചെയ്യുകയിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ എന്ന് പറഞ്ഞ ആ വരികളിലൊക്കെ ഉള്ള പരിശ്രമം, അതാണ് ഇസ്ലാം പറയുന്ന പരിശ്രമം. അല്ലാതെ തെർക്കുദ്ദുനിയ അല്ല. ദുനിയാവിനെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. ദുനിയാവിന് സുഹുദുണ്ട്. സുഹുദിൻ്റെ മേൻ എന്താണ്? ദുനിയാവും ആഖിറവും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ആഖിറത്തിന് വേണ്ടി ദുനിയാവിന് പരിക്കേറ്റാലും വിരോധമില്ല എന്ന ചിന്ത, അതാണ്. ദുനിയാവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയല്ല. അപ്പോൾ അതൊരു വിഷൻ നമുക്ക് മുഅല്ലിമീങ്ങൾക്ക് വേണം. ബദരിയക്കൊരു വിഷനുണ്ട്. ആ വിഷൻ നേടിയെടുക്കാൻ എന്തെല്ലാം വേണോ അതൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതാണ്. അത് ആവണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആണോ എന്നുള്ള ചോദ്യമല്ല, ശരിയല്ലേ? ചോദ്യത്തിൻ്റെ ആവശ്യമല്ല. എന്താണോ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നമുക്ക് നേടണം. അത് 10 കൊല്ലം കൊണ്ട് ആണ് ഒരു മുതഅല്ലിം ലക്ഷ്യം നേടുന്നത്. 10 കൊല്ലം കൊണ്ട് സഖാഫി ആയി, അല്ലെ വേറൊരു ബിരുദധാരിയായി പുറത്തിറങ്ങലോടുകൂടി അവൻ്റെ ആ ഒരു ലക്ഷ്യം പൂർത്തിയാവും. എന്നാലും പിന്നെ അവിടെ ബാക്കിയുണ്ട്. ഏത്? സഅദത്തുദ്ദാറൈൻ്റെ ഒരു ചെറിയൊരു ജുസയിലേ അവൻ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ജുസ് മുഴുവനും പൂർത്തിയാക്കിയാലേ പരലോകത്തുള്ള വിജയം കിട്ടും. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്തത്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തെല്ലാം മാർഗങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് ട്രെയിനിങ്ങിൽ പ്രധാനം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് തസ്കിയത്തുൽ ഖൽബാണ് നമ്മൾ ആദ്യം അതിന് പറയാം. ദവാഉ, അല്ലേ? ഖൽബിൻ ഹംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖല. പിന്നെ വഖിയാമു ലൈലിൻ വത്തളറുഉ ബിസ്സഹർ വമുജാലസാത്തു സാലിഹീനൽ ഫുളല, അല്ലെ? ഫുളല എന്ന് പറഞ്ഞെടുത്ത് ഉണ്ട്. ആദ്യം ഖൽബ് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളും പഠിക്കുന്ന കുട്ടികളും രണ്ടും ഖൽബ് ശുദ്ധിയാവണം. പഠിക്കുന്ന കുട്ടികളെ ഖൽബ് ശുദ്ധിയാക്കാൻ ആണ് അവർക്ക് നൂറുൽ അബ്സാർ തുടങ്ങിയുള്ള കിതാബുകൾ. റിയാദുസ് സാലിഹീനാണ് ആ വിഷയത്തിൽ ഏറ്റവും ടോപ്പ് കിതാബ്. റിയാദുസ് സാലിഹീനിൽ ഹദീസും ഉണ്ട്, ഖുർആനും ഉണ്ട്, തസവ്വുഫാണ് കൂടുതലുള്ളത്. തസവ്വുഫിനെ വെച്ചുകൊണ്ടാണ് ആ കിതാബ് ജമാക്കിയത്. റിയാദുസ് സാലിഹീന് വലിയ ബഹുമാനാണ് അറബ് നാടുകളിലൊക്കെ. അതിൻ്റെ തെർത്തീബ് അങ്ങനെയാണ്. വലിയ തൗഫീഖുള്ള ആളല്ലേ ഇമാം. മക്കത്ത് തവാഫ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നത് ആരാണ്, ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഒന്ന് ഇമാം നവവിയുടെ ഈലാഹ്. ആ ഈലാഹിൻ്റെ ഷറഹാണ് ഇബ്നു ഹജർ എഴുതിയ ഷറഹുൽ ഈലാഹ് മനാസിക്കിൻ്റെ. ഇപ്പോൾ കഅബ തവാഫ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണ്, അല്ലെങ്കിൽ വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ഇമാമിൻ്റെ ഷറഹുൽ ഈലാഹാണ്. പിന്നെ ഷെയ്ഖുന ഉസ്താദിൻ്റെ അൽ ഹജ്ജ്, അത് കഅബയെ പലതവണ തവാഫ് ചെയ്തിട്ടുണ്ട്. തവാഫ് ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ ആ ബുക്ക് ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം ഈ കിതാബും തവാഫ് ചെയ്യല്ലോ. അപ്പോൾ നവഇമാമിൻ്റെ റിയാദുസ് സാലിഹീന് പോലെയുള്ള കിതാബുകളൊക്കെ ഈ തസ്കിയത്തുൽ ഖുലൂബിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്
അത് സിലബസിൽ പ്രധാനമായിട്ട് അത് ഉൾപ്പെടുത്തുക. ഏത് തസ്കിയത്തുൽ ഖൽബിൻ്റെ ഉൾപ്പെടുത്തുക. ഇർഷാദുൽ യാഫി തന്നെ കിതാബുണ്ട്. ഇവിടെ നെടിയനാട് നമ്മളൊക്കെ പോകുന്ന കാലത്ത് ഒരു മറ്റേ വെളേറ്റിൽ വട്ടോളിയിൽ ഉള്ള ഒരാളുണ്ടായി, പക്രൂട്ടിയിലാർ വഫാത്തായിപ്പോയി. പക്രൂട്ടിയുണ്ട്. അപ്പയേക്കാൾ വയസ്സുള്ള ആളാണ് ആര്, ഈ പക്രൂട്ടി വലിയാർ. എൻ്റെ മൂപ്പരിവിടെ കിതാബ് അതാൻ പേര്, ഈ ഇർഷാദുൽ യാഫി. ഒരു സ്വന്തം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെറിയ പ്രായം മുതൽക്കേ തസ്കിയത്ത് കിട്ടിയ ആളുകൾ പോലും പിന്നെ ആ ഇങ്ങനെ വർദ്ധിപ്പിച്ച് അതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ അവർ പരിശ്രമിക്കുകയാണ്. എല്ലാ ദിവസവും വരും നസറാമ്പൾക്ക് മൂപ്പരെടുത്തു. അള്ളാഹു അവർക്ക് രണ്ടാൾക്കും മൗഫിറത്തും മർഹമത്തും നൽകട്ടെ. അപ്പോൾ മുതഅല്ലിമീങ്ങൾക്ക് ആ ഒരു ചിന്ത, കിബിർ ഇല്ലാത്ത, ഹസദ് ഇല്ലാത്ത, അതുപോലെ ഉജുബ് ഇല്ലാത്ത, അതുപോലെ ബിദ്അത്തിന്റെ ചിന്തയില്ലാത്ത, ശഹ്വത്ത് ഇല്ലാത്ത, പിന്നെ അതൊക്കെയാണ് ജാഹ് ഇല്ലാത്ത, ജാഹ് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത, പണത്തോട് മഹബത്ത് ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തുന്നതിനാണ് തസവുഫ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിലും അതിന് വേണ്ടി കിടന്ന് മരിക്കരുത്. അതാ ഞാൻ പറഞ്ഞ മേന, അത് നമുക്ക് വേണ്ടതാണ്. ഈ പറഞ്ഞ മുഴുവനും വേണം, എല്ലാ സാധനവും വേണ്ടി തന്നെ. ഈ എണ്ണിയതൊക്കെ കിബിർ പോലും ചില സമയത്ത് വേണ്ടി വരും. ആരോട്? ഇനാദുള്ള ഒരാളോട്. അവൻ്റെ കിബിറുണ്ട്, ആ കിബിറിനെ തോൽപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് വഴങ്ങാതിരിക്കേണ്ടി വരും. പക്ഷെ അത് അണുമണി തൂക്കവും പാടില്ല എന്ന് പറഞ്ഞ കിബിർ ഏത് കിബിറാണ്? അത് മറ്റേതാണ്. ഏത്? ഗംതുന്നാസും പിന്നെ ബത്തറുൽ ഹക്കും. അത് അണുമണി തൂക്കം പാടില്ല. ബാക്കി ഒന്ന് ചിലപ്പോൾ നമ്മൾ ലേശൊന്ന് ഉഷാറാവേണ്ടി വരും. അത് ലുഗത്തിൽ തക്കബുർ ആണെങ്കിലും അത് ഹഖീഖത്തിൽ അത് തക്കബുർ അല്ല. ഹസദ് പോലെ. ഹസദ് 3 ജാതിയാണെന്ന് ഗസാലിമാൻ പറഞ്ഞല്ലോ. ഒരു ഹസദ് ഏതാണ്? സവാലു നിഅമത്തിൻ്റെ മാനക്കുള്ള ഹസദ്. അത് പാടില്ല. മറ്റൊരാളുടെ നിഅമത്ത് നീ പോകണമെന്ന് ആഗ്രഹിക്കുന്ന അത് പാടില്ല, ഹറാമാണ്. പിന്നൊന്ന് ഏതാണ്? സുന്നത്തുള്ളതുണ്ട്. ഏതാണ്? ഒരാൾ ധാരാളം ഖുർആൻ ഓതുന്നു, അതുപോലെ ഖുർആൻ ഓതാൻ എനിക്കും ആഗ്രഹമുണ്ടാവൽ, അത് സവാലു നിഅമത്തല്ല, മറിച്ച് റിബത്തത്ത് എന്ന് പറയുന്നതിന്. റിബത്തത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ നന്മയിൽ ആകാൻ ആഗ്രഹിക്കുക. അത് സുന്നത്താണ്. വേറൊന്നുണ്ട് ദുനിയാവിൻ്റെ വിഷയത്തിൽ ഉള്ള കൊതി. അത് മദ്മൂമാണ്. ഏത്? ഒരാൾക്ക് വലിയൊരു പുരയും കുടിയൊക്കെ ഉണ്ട്, അതുപോലത്തെ എനിക്ക് കിട്ടണം. അവിടെ ദീനീയായ ചിന്തകളൊന്നും അതിനോട് ഇടകലരാതിരിക്കുമ്പോൾ മദ്മൂമാണ്. ദീനിയായ ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല, ജായിസാണ്. അതേസമയം സവാലു നിയമത്തിൻ്റെ മാനക്കുള്ളത് തീരെ പാടില്ല. അപ്പോൾ ഹസദ് ഇങ്ങനത്തെ ഈ ദുർഗുണങ്ങൾ കുട്ടികളിൽ ഇല്ലാതാക്കണം. ഇപ്പം പുതിയ കുട്ടികളിൽ വളർന്നു വരുന്നൊരു മൈൻഡ് പണം ഉണ്ടാക്കാനുള്ള കുറുക്ക് വഴികളാണ് ഇപ്പം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദിന് പിന്നെ ഒരു വിഷമാകുന്നുണ്ടെങ്കിൽ അവിടെ തിരുത്തേണ്ട എന്തോ ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് വിഷമാകുന്നുണ്ടെങ്കിൽ തിരുത്തേണ്ട എന്തോ ഒരു സംഗതിയുണ്ട്. ഇതിൻ്റെ ഒരു അലാമത്ത് കൂടി പറയാം. ഒരു കുട്ടിക്ക് ദർസിൽ ലീവ് കൊടുക്കുകയാണ്. ലീവ് കൊടുക്കുന്ന ദിവസം ഇപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ളുഹുർ നിസ്കരിച്ച് ലീവാണ്. അന്ന് ളുഹുറും രാവിലെ മുതൽ തന്നെ പ്രത്യേക സന്തോഷം, ഉച്ചക്ക് ളുഹുർ നിസ്കരിച്ച് തീരണം എന്നുള്ള ആ സന്തോഷം. ഇതേ സന്തോഷം എപ്പോഴും കൂടി വേണമെന്നറിയാം. ശനിയാഴ്ചയും കഴിഞ്ഞ് ശനിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് ളുഹുർ നിസ്കരിച്ച് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അവനക്കെല്ലാം എടുത്തു വെക്കാൻ ഫീൽ ചെയ്യണം. ഇതേ ഫീലിംഗ് തിരിച്ചും ഉണ്ടാകണം. ഇതിൻ്റെ അലാമത്ത്. ഇതിലെവിടെയെങ്കിലും ഒന്ന് ഗായിബാകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്ന് നമുക്ക് മഅദൂമാകുന്നുണ്ടെങ്കിൽ അവിടെ എന്താവശ്യമാണ്? തസ്ഹീഹ് ആവശ്യമാണ്. എന്നാലോ ഇതിൻ്റെ പേരിൽ കഷ്ടപ്പാടുണ്ടാകാനും പാടില്ല. ഇങ്ങനൊരു സംഗതി നടക്കുന്നതിൻ്റെ പേരിൽ അത് കഷ്ടപ്പാടാകാൻ പാടില്ല. കഷ്ടപ്പാടിൻ്റെ അത് ഒറിജിനൽ അല്ല. ഇതാണ് അൽഹാസിൽ. ഇപ്പം എത്ര സംസാരിച്ചാലും അവസാനം ഇവിടെ എത്തേണ്ടത്. ഈ മബലതിലാണ് ഈ മേറ്റർ അവസാനിക്കേണ്ടത്.
അതായത് ഒന്ന് പരീക്ഷയിൽ ഇപ്പോൾ ഏത് സിലബസ് ആണോ നമ്മൾ പറഞ്ഞത്, നമ്മളെ പിന്നെ കരിക്കുലം നിർദ്ദേശിക്കുന്നതിലെ സിലബസ് എന്താണോ ആ സിലബസ് ലെവലിൽ സംഗതി വിജയകരമായി നടക്കണം, വളരെ ഫാസ്റ്റായിട്ട് നടക്കണം. ഇപ്പോൾ സിലബസിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ജാമിയത്തുൽ ഹിന്ദാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ജാമിയത്തുൽ ഹിന്ദ് ഒരു സിലബസ് ഇട്ടാൽ ആ സിലബസിൻ്റെ താഴെ പോകുന്നുണ്ടെങ്കിൽ അത് വൻ പരാജയമാണ്. സിലബസ് എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? ആവറേജിന് ബിലോ ആവറേജ് ആർക്കുള്ളതാണ് ശരിക്കും സിലബസ്. അപ്പൊ നമ്മൾ സിലബസിന്റെ താഴെ പോകുന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണത്. എപ്പോഴും സിലബസിന്റെ മേലേ പോകുള്ളൂ. ഒരു ആവറേജ് ഉള്ള ആൾക്കാർ സിലബസിന്റെ മേലേ പോകും. ഇതാണ് ഹക്കീക്കത്ത്. ഇവിടെ നിന്നുകൊണ്ടാണ് ചർച്ചകൾ പോകേണ്ടത്. ഇതിൽ കുറെ ചർച്ചകൾ ആവശ്യമുണ്ടാവും, കുറച്ച് കലങ്ങി തെളിയാനൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. പക്ഷെ ഇവിടെയാണ് അത് എത്തേണ്ടത്. ഒരു സിലബസ് ഇട്ടാൽ സിലബസിന്റെ റേഞ്ച് ഇങ്ങനെയാണ്. സിലബസ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നതിൽ മേലെ അല്ലാതെ താഴെ എന്ന് പറയുന്ന ഒരു ഫിക്കർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. മുത്തറഫല്ല, മേലെ മാത്രം. അതോടൊപ്പം കുട്ടികളുടെ റേഞ്ച്. ശരിക്കും ഇതിനൊക്കെ മെനക്കെട് കൂടുതലാണ് എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. അവിടെയാണ് മിസ്റ്റേക്ക്. മെനക്കെട് വേണം തോന്നുന്നുണ്ടെങ്കിൽ അത് ഖത്താണ്. മെനക്കെട് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഉള്ളത് നിങ്ങൾ കോർട്ടിലാണ് സംഗതി പന്തുള്ളത്. നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിൽ ഇടപെടേണ്ടത്. ഇതിന് ഖിലാഫ് ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ട് നേരെയാക്കലാണ് അടുത്ത. ഓക്കെ. അതായത് ഒരു ആവറേജ് സിസ്റ്റത്തിൽ പോകുന്നതിനേക്കാളും താഴെ വെച്ചിട്ടാണ് എപ്പോഴും സിലബസ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണോ നിലവിൽ സെറ്റ് ചെയ്തത്? പഴയ കാലത്തെ ദർശകളുടെ കിതാബുകൾ അതെ അതെ. ഓ ഇല്ല ഇല്ല ഇല്ല. അവിടെ കുറച്ച് വിഷയമുണ്ട്. ഇതാണ് ചർച്ചക്ക് വരേണ്ട ഒരു സംഗതി. കുറച്ചും കൂടി കൂവത്ത് കൂടുതലാണ് ആ ചർച്ചക്ക്. അതായത് ശരിക്കും നമ്മളിപ്പോൾ ആൽഫിയ ഉണ്ടായൊരു കാലം നമുക്കറിയാലോ, ആൽഫിയ വന്നൊരു കാലം നമുക്കറിയാലോ. അതിനു മുമ്പേയും നഹ്വ് പഠന വിഷയമായി വന്നല്ലോ. നഹ്വ് പഠന വിഷയമായ കാലം നമുക്കറിയാലോ. ആ ചർച്ചയും അതിന് ഇങ്ങോട്ടുള്ള അതിൻ്റെ ഒരു താരീഖ് പഠിച്ചാൽ ഓരോ കാലത്തും ഓരോ മാറ്റം ഉണ്ടല്ലോ. ഒരു കാലത്ത് നഹ്വ് എന്ന് വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഒരു കാലത്ത് നഹ്വ് എന്നതൊരു പഠന വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നില്ലല്ലോ. പിന്നെയാണ് നഹ്വ് പഠന വിഷയമായിട്ട് വരുന്നത്. എപ്പോൾ ചില ഖത്വകൾ നേരെയാക്കാൻ ഇങ്ങനെ ഒരു അഹ്കാമ് വേണം, ആ അഹ്കാമ് നിർമ്മിക്കപ്പെടുന്നു. പിന്നീട് അഹ്കാമുകൾ വീണ്ടും വിശാലമായി ചർച്ചകൾ നടക്കുന്നു. അത് പിന്നീട് ഗ്രന്ഥങ്ങളാകുന്നു. ഗ്രന്ഥങ്ങൾ അതിനേക്കാളും നല്ലൊരു ഗ്രന്ഥം വേണമെന്ന് തോന്നുന്നു, അപ്പോൾ ആ ഗ്രന്ഥമാകുന്നു. ഇങ്ങനെയല്ലേ വളർച്ച വരുന്നത്? ആണ്. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് അൽഫിയ എടുത്തതിൻ്റെ ആ സമയവും ആ കാലയളവും ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ്. മസലൻ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് താഴെ ഇറങ്ങാം, എന്നാൽ വേഗം മനസ്സിലാവും. ഇപ്പോൾ നമുക്കൊരു ഖത്റുന്നത ഒരു പാഠം എടുക്കണം. ഖത്റുന്നതയിലെ ഒരു ഏറാബ് ബിനാഗ് അല്ലെങ്കിൽ ഒരു മൊറബ് മബിനി ആ ഭാഗം എടുക്കണം. ആ പാഠം എടുക്കാൻ വേണ്ടി ശരിക്കും ഒരു തദ്രീസിൽ, പുതിയ കാലത്തൊരു തദ്രീസ്, കഴിഞ്ഞ കാലത്തതിൻ്റെ തേസീമല്ലത്. കഴിഞ്ഞ കാലത്തത് സ്വഹീഹാണ്, അതിന് പുറമേ ഉണ്ടാകേണ്ട മറ്റൊരു സിഹത്താണ് ഇപ്പോഴത്തത്. കാരണം അവർ നമുക്ക് കാണിച്ചു തന്നതാണ് അങ്ങനെ. ഖത്റുന്നതയുടെ മുമ്പുള്ളതിനേക്കാളും ഖത്റുന്നത വന്നപ്പോൾ ഉണ്ടായ പുരോഗതി അതുപോലെ നമ്മളും കാണിക്കണം എന്ന് അവർ നമ്മളോട് പഠിപ്പിച്ചു തന്നത്. അവർ ബിൽഫിയയിൽ അവരെ പ്രവർത്തനം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ? നിങ്ങൾ കാലാകാലം ഖിയാമത്ത് നാൾ വരെ ഇതും കൊണ്ട് ഇരിക്കണം എന്നല്ല അവർ പഠിപ്പിച്ചു തന്നത്. മുമ്പത്തതിൽ നിന്ന് നിങ്ങളും ഇതുപോലെ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളും പുരോഗതി ഉണ്ടാക്കണം എന്നാണ്. സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, മാക്സിമം ഇസ്തിമാല് ചെയ്യണം എന്നാണ് അവർ പ്രവൃത്തി കൊണ്ട് പഠിപ്പിച്ചു തന്നത്. എങ്കിൽ നമ്മളൊരു കിതാബ് തുറക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ആ വിഷയം പഠിപ്പിക്കാൻ നമുക്കറിയാം. ആ ഇറാവും ബിനാവും ഖത്റുന്നതയിൽ പറഞ്ഞ ഖദറിൽ പഠിപ്പിക്കാൻ ഒരു ഉസ്താദ് വിചാരിച്ചാൽ, ഇപ്പോൾ ഈ ഇരിക്കുന്ന ഉസ്താദ്മാരിൽ ആർക്ക് വേണമെങ്കിലും കിതാബ് തുറക്കാതെ ആ വിഷയം ശരിക്കും തെഹരീറാക്കി കൊടുക്കണം. മിസാലുകൾ ഉപയോഗിച്ച് തെഹരീറാക്കി കൊടുക്കണം.
നമ്മൾ സാധാരണ കിതാബ് പഠിപ്പിക്കുന്ന സമയത്ത് സംഭവിക്കാറുള്ള ചെറിയ ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്താ? ഇപ്പം നമ്മൾ കിതാബ് സാധാരണ ദർസ് നടത്തുന്ന, പഴയ കാലത്തൊക്കെ ദർസ് നടത്തുന്ന ചില ശൈലികളുണ്ടാവും. വായിക്കുന്നു, അർത്ഥം പറയുന്നു, ചില തർക്കീബുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ഇതുപോലെ ഇനി മുതൽ തർക്കീബ് പഠിക്കണമെന്ന് പറയുന്നു, അങ്ങനെ അർത്ഥം വെച്ച് പഠിക്കണമെന്ന് പറയും. ഈ വായിച്ച് ഇതിൻ്റെ അറബി പരിചയപ്പെടുന്ന ഒരു സമയം, അതിനെടുക്കുന്ന ഒരു മെൻ്റൽ എഫേർട്ട് അഥവാ ഒരു ജുഹുദ്, നമ്മളെ കൽബ് കൊണ്ടുള്ള ഒരു ജുഹുദ്. ഈ കൽബ് കൊണ്ടുള്ള ജുഹുദ് കഴിഞ്ഞ് ഇനി കുറച്ച് ആഫിയത്ത് ബാക്കിയുണ്ടെങ്കിൽ അടുത്ത തർക്കീബിനും കൂടി ഉപയോഗിച്ചു. ഇതോടുകൂടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് നേരത്തെ ഏറെക്കുറെ പരിചയപ്പെട്ട ഒരു ഇറാബും ബിനാവും തഖ്വീൽ മിസാൽ വരെ പഠിച്ചൊരു സാധനമുണ്ട്, അതൊന്നും കൂടി ബഈദായി. നേരത്തെ ഒരു ഇറാബും ഒരു ബിനാവും നിങ്ങളെ കയ്യിലുണ്ട്, അറിയാവുന്നൊരു ഇറാബും ബിനാവും ഓൾറെഡി നിങ്ങളെ മൈൻഡിലുണ്ട്. ഈ മൈൻഡിലുള്ള സാധനം ഒന്നും കൂടി ബഈദായി. ഇനി നിങ്ങൾ ആ വിഷയം പറയുമ്പോഴേക്ക് അതൊരു ഒരു 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 അധിക അധ്വാനമുള്ള വിഷയമായിട്ട് മാറുകയാണ്. ഇത് നേരെ തിരിച്ചു വെച്ചു, പ്ലേറ്റ് നേരെ തിരിച്ചു വെച്ചു. ആദ്യം ഈ വിഷയം ചർച്ച ചെയ്തു, അതിൻ്റെ മിസാൽ എടുത്തു. എല്ലാവർക്കും അറിയാം, കാരണം ഏകദേശം നേരത്തെ അറിയാവുന്നതാണ്. ഒന്നും കൂടി ഒരു 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 അതിനൊരു തഹരീർ ഉണ്ട് എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇനി ഉദ്ധരണി പരിചയപ്പെടുകയാണ്. ഉദ്ധരണി എന്താ ചെയ്യുന്നത്? കുട്ടികളാണ് വായിച്ചിട്ട് അർത്ഥം വെക്കുന്നത്. വായിച്ച് അർത്ഥം വെക്കുമ്പോൾ അവരെന്നെയാണ് എന്ത് പറയുന്നത്, ഇതിൻ്റെ റൂട്ടൊക്കെ പറയും. ഇങ്ങനെ ഖത്തറിനത പഠിച്ച ഒരാളോട് അൽഫിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പഠിച്ച സംഗതിയൊക്കെ തഹരീറാക്കി വെച്ചതിന് ശേഷം അതിന് മുവാഫിക്കായ ബൈത്തുകളൊന്ന് ചൊല്ലിയിട്ട് അത് അവർ തഹരീറാക്കുക ചെയ്യുന്നത്. അങ്ങനെ തഹരീറാക്കുകയാണെങ്കിൽ ആ അൽഫിയ ബൈത്ത് ക്ലാസ്സുകളിൽ നിന്ന് തന്നെ എന്തായി മാറും? അത് ഹിഫുള്ളായി മാറും. വായിച്ചർത്ഥം വെക്കുന്നതിന് പകരം നേരത്തെ പഠിച്ച മാറ്റർ എടുത്തു വെച്ചു, അതിൻ്റെ മിസാലൊക്കെ നേരത്തെ ചെയ്തു, പല രീതിയിൽ അവർ പരസ്പരം ചെയ്തു. ഗെയിമൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ മീസാനിലും അതുപോലെ ഇതിലൊക്കെ ഗെയിം കൊടുത്തിട്ടുണ്ട്. ജാമിയത്തുൽ ഹിന്ദ് പുതിയ ആവിഷ്കരിച്ച കിതാബിലൊക്കെ ഗെയിം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ആകണമെന്നൊന്നുമില്ല, പുതിയ രീതിയിൽ ഗെയിം ആക്കിയിട്ട് അവർ പരസ്പരം ചെയ്യാണ്. ചെയ്ത് കഴിയുമ്പോഴേക്ക് അവർക്കത് തഹരീറായി. ആ തഹരീറായതിന് ഇനി കൂടുതൽ സിയാദത്ത് ആവശ്യമില്ല മേലോട്ട്. ശരിക്കും നമുക്ക് പറ്റുന്നത് എന്താ? ഖത്തറിനത നമ്മൾ വായിച്ച് പുതിയൊരു ശൈലി പരിചയപ്പെടാൻ വേണ്ടി അധ്വാനിച്ച് എന്ത് ചെയ്യാണ്? ഇബാറത്തിൻ്റെ ഹല്ലയക്കുമ്പോഴേക്ക് അതിൻ്റെ മാനവീയായ താലൂക്ക് നമ്മളെടുത്തുനിന്ന് വിട്ടുപോവാണ്. അപ്പൊ മാനവീയായ താലൂക്ക് പിന്നെ ഒരു വലിയൊരു വിഷയമായിട്ട് മാറുകയാണ്. ആർക്ക്? ഈ കുട്ടിക്ക്. പകരം ആദ്യം ഇത് തഹരീറാക്കി കൊടുത്ത, കാരണം ഇത് ഏകദേശം തഖ്വീൽ ലിസാനിലെ ശരിയായിട്ടുണ്ട്, വേഗം കഴിയുകയും ചെയ്യും. അതിൻ്റെയൊക്കെ മിസാലും സംഗതിയൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്താൽ റെഡിയാ. അതിൻ്റെ മിസാലുകൾ വേണമെങ്കിൽ നഹ്വുൽ വാദിൻ്റെ ഒക്കെ ആ ഭാഗം വരുന്നത് കുറച്ച് നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ AI ഉപയോഗിച്ചാലും നമ്മൾ വല്ലാതെ ഉണ്ടാക്കണ്ട. പിന്നെ കുറച്ചുണ്ടാക്കിയാൽ നമ്മളെ നാമം തന്നെ ഇംഫിയാലായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ വന്നുകൊണ്ടിരിക്കുന്ന ആ സാധനമൊക്കെ മിസാലുകളൊക്കെ ഇട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഏകദേശം കുട്ടികളും ചെയ്തു. ഇനി അവർ ഇതൊന്ന് പരിചയപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ക്ലാസ്സിൽ പണിയെടുക്കുന്ന ആളാകാൻ പാടില്ല, പണി എടുക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അധ്യാപകൻ. ക്ലാസ് റൂമിലെ ടീച്ചിങ് രീതി നടക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ, അതായത് അവ്വലു ഷഖ്സ് ആരായിരിക്കണം? താലിബായിരിക്കണം. കുട്ടിയാണ് പണിയെടുക്കേണ്ടത്. അത് മോഡറേറ്ററാണ്. ഇങ്ങനെ ആകുമ്പോൾ ജാമിയത്തുൽ ഹിന്ദ് വിചാരിക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി സ്പീഡിൽ സംഗതിക്ക് തീരും. ഫാസ്റ്റായിട്ട് സംഗതി കഴിയും, ഉഷാറാകുകയും ചെയ്യും. എന്നാലുള്ള സുഖം എന്താ? ഇവർക്ക് പിന്നീട് കിതാബ് ഉപയോഗിക്കുന്നത് ഒരു ഹരായിരിക്കും. ഏതുപോലെ ജൻജാൻ നന്നായിട്ട് മനസ്സിലായ ഒരാൾക്ക് അതിൻ്റെ ഷെർഹ് നോക്കാന്ന് പറയുന്ന ഒരു പ്രത്യേക ഹര. ഒഴിവൊക്കെ കിട്ടിയാൽ കുത്തുവാനെ പോകാന്നൊക്കെ പറഞ്ഞാൽ പോരാൻ തോന്നൂല. ലീവൊക്കെ കിട്ടിയാൽ കുത്തുവാനല്ല ഒരു ഇത് കിട്ടെങ്കിൽ ഭയങ്കര ഹരം. ഇങ്ങനെ ആയിരിക്കും കുട്ടി. ഇതാണ് ശരിക്കും സ്റ്റഡി സ്റ്റൈൽ. അതായത് താലൂമിൻ്റെ ഹൈഅത്ത്, താലൂമിൻ്റെ രീതി ഇതാണ്. ഈ സംഗതി നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അതാണെങ്കിൽ ജാമിയത്തുൽ ഹിന്ദിൻ്റെ സിലബസിൻ്റെ മേലെ കൂടെ നമ്മൾ ഓടുള്ളൂ. ഇതെപ്പോഴും താഴെ കിടക്കും. ഇപ്പം ശരിക്കും നമുക്ക് അധ്വാനം കൂടുന്നത് ടീച്ചിങ് മെത്തേഡ്, വായിച്ചർത്ഥം വെക്കുക, അങ്ങനെ പഠിക്കുക. ഉസ്താദ് ക്ലാസ്സിൽ വന്ന് പണിയെടുക്കുക, കുട്ടികൾ കേൾക്കുക. അതാണ് ശരിക്കും പ്രശ്നം. ഇപ്പം നമ്മൾ ഖുലാസ ക്ലാസ് എടുക്കുകയാണ്. ഖുലാസ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറഞ്ഞ ക്ലാസ്സിലെ കുറഞ്ഞ വാചകങ്ങളെ പിന്നെ അധിക അൽഫാദും മുക്കററാണ്. ചെറിയ ചില ഭാഗങ്ങളിലെ നിസ്ബകളും
അതിൻ്റെ ഇതൊക്കെ തഹരീറാക്കാൻ ബാക്കിയുണ്ടാവുള്ളൂ. കുട്ടികൾ ആ പണി ഇങ്ങനെ എടുക്കുകയും ഉസ്താദ് അതിൻ്റെ ഒരു മുസായിദുമായിട്ടാണ് പോകുന്നതെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ്സിൽ ഉറക്ക് തൂക്കുകയോ ടെൻഷനാകുമോ വിഷമാവോ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഫത്തുഹുൽ മുഈനൊക്കെ തുടങ്ങുമ്പോഴേക്ക് ഫത്തുഹുൽ മുഈൻ തുടങ്ങി ഒരു കുറഞ്ഞ ഭാഗം കഴിയുമ്പോഴേക്ക് മിൻഹാജിൻ്റെ ശുറൂഹ് നോക്കാൻ പാകത്തിൽ ഫത്തുഹുൽ മുഈൻ കുട്ടികളെത്തും. അപ്പോൾ അങ്ങനെ പോകുന്നൊരു ചുറ്റുപാടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പഠനങ്ങൾ നടക്കും. എന്ന് മാത്രമല്ല, ഇത്തരം കുട്ടികൾ വന്നാൽ അടുത്ത കാലത്തേക്ക് ആവശ്യമുള്ള കിതാബിൻ്റെ രചനകൾ കൂടി നടക്കും. ഇനിയൊരു ജനറേഷൻ ആവശ്യമുള്ള, ഇപ്പോൾ ബാവസ്ഥാദിൽ നിന്ന് മാറിയിട്ട് ഇനിയൊരു രചന നടക്കേണ്ട ഒരു കാലമാണിത്. അതായത് ബാവസ്ഥാദിൻ്റെ രചന രീതിയില്ലേ, ആ രചന ടേസ്റ്റിൽ നിന്ന് മാറി അടുത്തൊരു രചന വരേണ്ട കാലമാണിത് ശരിക്കും. പക്ഷെ ആ ചലനം ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നു. ഉണ്ടാകും. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അതിനേക്കാൾ നല്ല കാപ്പബിലിറ്റിയുള്ള കുട്ടികളായിരിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റുള്ള കുട്ടികളാണ് ഈ ഇരിക്കുന്നത്. ഈ കുട്ടികൾക്ക് അതിന് സാധിക്കും. പ്രൊഫഷണലായിട്ട് നീങ്ങേണ്ട, അല്ലെങ്കിൽ നീങ്ങുന്നാണ് പറയേണ്ടത്, തൽക്കാലം നീങ്ങേണ്ടത് എന്ന് പറയാം. നീങ്ങേണ്ട ഒരു സിസ്റ്റം നമ്മുടെ ഈ മോറൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, മദ്രസ അതുപോലെ ഇതാണ്. ഇപ്പോൾ പഠനം എന്ന അർത്ഥത്തിൽ ഒരു നോളേജിനെ ഫോക്കസ് ചെയ്യുന്നൊരു സിസ്റ്റം നമ്മളിലല്ലാതെ വേറൊരു സിസ്റ്റം ഉണ്ടോ? നോളേജ് ഫോക്കസ് ചെയ്യുന്നത് ഇല്ല. വേറെ ഏത് നോളജും അവർക്ക് ജീവിക്കാൻ, എനിക്കൊരു ഡോക്ടറാകാൻ, എനിക്കൊരു എഞ്ചിനീയർ ആകാൻ, എനിക്കൊരു ജോലി കിട്ടാൻ, ഇപ്പോൾ AFSO AFS ഇതൊക്കെ ടോപ്പ്, നല്ല എഡ്യൂക്കേഷനിലെ കുറച്ച് ടോപ്പ് അതാണ്. അവർ പോലും അവരിതെന്തിനാണ് നേടുന്നത്? അവർക്ക് ജീവിക്കാൻ. അതേസമയത്ത് നമ്മളത് അങ്ങനെയാണോ? നമ്മളത് നോളേജിന് വേണ്ടി തന്നെ ഉള്ള ഒരു സിസ്റ്റം. ഇതാണ് ശരിക്കുള്ള കറക്റ്റ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ആകേണ്ടത് നമ്മുടേതാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ, നമ്മൾ അക്കാദമിക് എഡ്യൂക്കേഷൻ അഥവാ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരാളൊരു കെമിസ്ട്രി പഠിക്കാൻ അല്ലെങ്കിൽ ബയോളജി പഠിക്കാൻ, ഇപ്പോൾ ബയോളജി പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു റിസോഴ്സ്, ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഓതർ അയാൾക്ക് മഖ്ബൂലാണോ? അല്ല എന്നുള്ളതാണ് കൂടുതലും. അതേസമയം നിങ്ങളൊരു ഫിഖ്ഹോ അല്ലെങ്കിൽ നഹവോ അതല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് പഠിക്കുന്നു, അതിൻ്റെ ഓതർ നമുക്ക് മഖ്ബൂലല്ലേ? നമ്മൾ ഖത്തുറുന്നത പഠിക്കും, അതിനുറുത പഠിക്കുമ്പോൾ അതിൻ്റെ മുസന്നിഫ് മഖ്ബൂലാണ്. അതായത് ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാകേണ്ട എല്ലാ മാഹൗലും ഒത്ത എഡ്യൂക്കേഷൻ നമ്മുടേതാണ്. ഇത് നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ നമ്മൾ ഒരു പ്രൊഫഷണലിസവും കൂടി നമ്മൾ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലുണ്ടാകേണ്ടത് ഇത്തരം സ്റ്റാൻഡേർഡ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു താലീമ് തദ്രീസ് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട 2 ജുസുകൾ ചേർന്ന് നിൽക്കണം. ഒന്ന്, കുട്ടിയുടെ ഹാപ്പിനെസ്, ഒരു ഇത്മീനാനുൽ ഖൽബ് കുട്ടിക്കുണ്ടാകണം. കൂടെ അതിൻ്റെ സൗജായി, അതിൻ്റെ ഇണയായി അടുത്ത കൂടെ ചേരേണ്ടതാണ് ഈ കുട്ടിയുടെ താലീമ് എന്ന് പറയുന്ന, താലുമ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യണം? സുഖകരമായി വിജയിക്കണം. അതിനെ 2 പാർട്ടാക്കിയാൽ, അഥവാ താലുമിനെ 2 പാർട്ടാക്കിയാൽ അതൊന്ന് അക്കാദമിക് പഠനം അഥവാ പരീക്ഷയിലും മറ്റുമൊക്കെ കുട്ടിക്ക് വിജയിക്കാനും അത് ഓതിക്കൊടുക്കാനും ഒക്കെ പറ്റുക. രണ്ടാമത്തത് കുട്ടിയുടെ ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ആത്മീയത, സ്വഭാവത്തിലും ആരാധനയിലും, ഇത് 2ലും കുട്ടിയിലുണ്ടാവുക. ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മുടെ ഫീൽഡിൽ ഒരു പരിക്കേൽക്കുന്നൊരു മേഖലയാണ്. നമ്മൾ എല്ലാവരുടെ മുമ്പിലും ഉഷാറാണ്. പക്ഷേ നമുക്ക് ഒരു ഫാമിലി ലൈഫിൽ പോയി നോക്കിയാൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ കബൂലല്ല. ഇതൊരു ഭയങ്കര മാറ്ററാണ്. ശരിക്ക് നമ്മളെ ഫാമിലിയിൽ, നമ്മുടെ ആയിലത്തിൽ, ഉസ്രത്തിൽ നമുക്ക് എന്തുണ്ടാകണം? നമുക്ക് കബൂലിയത്ത് ഉണ്ടാകണം. അതുപോലെ പിന്നെ നമ്മുടെ ഈ വ്യക്തി ജീവിതത്തിലെ മറ്റ് ഇബാദാത്തുകൾ ഇവർക്ക് മുത്തബിഹി ആകണം. അങ്ങനെ ആകുമ്പോഴാണല്ലോ അത് റെഡിയാകുന്നത്. അപ്പോൾ അതിന് പ്രയാസം ഉണ്ടായി തീർന്നാലുള്ള പരുക്കത്ര വലുതാ. പിന്നെ 2 ആളെ കണ്ടാൽ മതി, അവർ 100 ആളെയാണ് അവർക്ക് മനസ്സിലാകുക. ഒരാളെ അവരങ്ങനെ അനുഭവിച്ചാൽ അവർ കാണുന്ന എല്ലാവരും അങ്ങനെയായി മാറും. ഇതിനങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം ഇതിനങ്ങനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളെ ഫീൽഡിലുള്ള ഒരാളെ അങ്ങനെ ഒരു സംഗതി കണ്ടാൽ പിന്നെ കാണുന്ന എല്ലാവരും അങ്ങനെയേ കാണുള്ളൂ. ഇത് എല്ലാം കിട്ടേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇത് ഖാരിജിൽ നിന്ന് കിട്ടേണ്ട ഒരു അവസ്ഥ ഇല്ലാതെ ഇവിടെ നിന്ന് കിട്ടും. കാരണം ഇതിനെല്ലാം ഉപയോഗിക്കേണ്ടത് സ്കില്ലുകളാണ്. സോഫ്റ്റ് സ്കില്ലുകൾ എന്നാണ് ശരിക്കും ഇതിൻ്റെ മുസ്തലഹ്.
സോഫ്റ്റ് സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് സ്കില്ലുകളൊക്കെ നമുക്ക് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ പറ്റേണ്ടത്. അതിൽ പിന്നെ ഇനി വരേണ്ട ഒരു സാധ്യതയെക്കുറിച്ച്, നമ്മുടെ സ്വപ്നത്തെക്കുറിച്ചും വേണേൽ പറയാം. ശരിക്കും ഒരു +1 ഒരു കുട്ടി വന്നാൽ, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ വളരെ സുഖം. 8ാം ക്ലാസ്സിലേക്കൊക്കെ വന്നാൽ 10ാം ക്ലാസ് കംപ്ലീറ്റഡ് ആകുമ്പോഴേക്ക് ആ കുട്ടിയുടെ മുഴുവൻ സ്കില്ലും പരിശോധിച്ച് അതിന് ആപ്റ്റാക്കി, അതിന് പറ്റുന്ന രീതിയിൽ അതിന് പറ്റുന്ന രീതിയിൽ അയാൾ തക്കല്ലുവാകണം. 8ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ 3 കൊല്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, 3 കൊല്ലം ഒരാൾ നമ്മുടെ കയ്യിൽ വരുമ്പോഴേക്ക് അത് സ്കൂളോട് കൂടെ ആണെങ്കിൽ പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അവർ മുഴുവൻ പഠിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. ഇനി അതല്ല +1 മുതലാണെങ്കിൽ +1, +2 ഡിഗ്രി കഴിയുമ്പോഴേക്ക് PGയുടെ മുമ്പ് മിനിമം 1 വർഷമെങ്കിലും അവർക്ക് ഏത് സ്കില്ലാണോ ഉള്ളത് ആ സ്കിൽ ലെവലിൽ അവർ നമ്മുടെ അണ്ടറിൽ, നമ്മുടെ തദ്രീബിൽ എന്ത് ചെയ്യണം, നമ്മുടെ പരിശീലനത്തിന് അണ്ടറിൽ അവർ ആ വർക്ക് ചെയ്യണം. ശരിക്ക് വർക്ക് ചെയ്യാവുന്നത് ഒന്നും ഒരു ഖത്തീബ്, അല്ലെങ്കിൽ ഒരു മുഅല്ലിം, അല്ലെങ്കിൽ ഒരു മുദരിസ്, അതല്ലെങ്കിൽ മറ്റെന്താണോ അത്. ഈ സ്കില്ലുകൾ ശരിക്കും ഒരു ഖത്തീബ്, ശരിക്കും ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഖത്തീബ് എന്ന് പറഞ്ഞാൽ ആഴ്ചക്ക് വന്ന് ഖുത്ബ ഓതുക, പോവുക. ഇനി അഥവാ നിക്കാഹ് മറ്റോ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ശരിക്കും ഖത്തീബ് അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരു മഹല്ലിൽ ഖത്തീബ് ശരിക്കും വരേണ്ടിയിരുന്നത് ആ മഹല്ലിലെ ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻറ്റാണ് ശരിക്കും വരേണ്ടത്. എന്താ എഗ്രിമെൻറ്റ്? ഈ മഹല്ലിൽ 1 വർഷം കൊണ്ട് വിദ്യാഭ്യാസത്തിൽ, അതുപോലെ ഇവരുടെ മറ്റ് ഓരോ വിഷയത്തിലും, ഓരോ ടീമിൻ്റെ, വിദ്യാർത്ഥികളുടെ, സ്ത്രീ സമൂഹത്തിൻ്റെ, പിന്നെ മുതിർന്ന പൗരന്മാരുടെ, അങ്ങനെ തുടങ്ങി ഓരോ ടീമിൻ്റെയും ഇന്നാലിന്ന പുരോഗതി ഈ വർഷത്തിനിടയിൽ ഇന്ന ലെവലിലേക്ക് എത്തിച്ചു തരും. അങ്ങനെ അഗ്രിമെൻ്റ് ചെയ്യുന്ന, ഒരു പ്രൊജക്റ്റ് ലീഡ് ചെയ്യുന്ന ആളായിരിക്കണം ശരിക്കും ഒരു ഖത്തീബ്. അങ്ങനെയാണെങ്കിൽ ഒരു ഖത്തീബിന് ഒരിക്കലും ഇസ്സത്ത് കേടുള്ളൊരു പ്രശ്നം വരൂല. അതിന് കോച്ചിങ് കൊടുക്കണം. എന്നാലും ഇത് വലിയ മെനക്കെടാണോ? മെനക്കെടിൽ നമുക്ക് കഴിയാത്ത മെനക്കെടല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ചില സംഗതികൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പണിയെടുക്കും. പണിയെടുക്കുന്നത് വൃത്തത്തിലുണ്ടാവില്ല. വൃത്തത്തിലില്ലാതിരിക്കുമ്പോൾ പണിയുടെ റിസ്ക് കൂടും, ഫലം ഉണ്ടാവില്ല. ഇതാകുമ്പോഴോ എല്ലാവരും ഇയാൾ അണ്ടറിൽ വരും. എല്ലാവരിലേക്കും ഇയാളുടെ പ്രവർത്തനം എത്തും. വേണമെങ്കിൽ ആ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് പോലും അയാൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഒരാൾ ഒരു ഡിസൈൻ ചെയ്തൊരു ഒരാളെ പുറത്തിറക്കുന്നതെങ്കിൽ, നമ്മുടെ നാടിന് ഇപ്പോഴും ഇതിൻ്റെ ആവശ്യം തീർന്നിട്ടൊന്നുമില്ല. പുറത്ത് സ്റ്റേറ്റ് പോകാനൊന്നും ഒരിക്കലും ആയിട്ടൊന്നുമില്ല. പോകുന്നവർ പോയിക്കോട്ടെ. അതേസമയത്ത് നമ്മുടെ നാട്ടിൻ്റെ ആവശ്യകത ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല. ഇനിയും ആവശ്യകത നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. ഇനി മുഅല്ലിം, മദ്രസ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നിസ്സാരമായ ഒരു സംഗതിയായി നിലനിൽക്കുന്നു. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മദ്രസ നമ്മുടെ നാട്ടിൽ മുസ്ലിം ജനസംഖ്യയിൽ മദ്രസയിൽ വരാത്ത എത്ര ശതമാനം ഉണ്ടാവുമോ? 1% ഉണ്ടാവുമോ? ഇല്ല. മുസ്ലിം കുട്ടികളിൽ 1% പോലും മദ്രസയിൽ എത്തിപ്പെടാത്തതില്ല. ബൈ ചാൻസ് നമ്മളൊക്കെ തുടങ്ങിയ മർക്കസിൻ്റെ ഒക്കെ പോലെയുള്ള സ്കൂളുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതും മദ്രസ തന്നെയാണ്. ഒരു മദ്രസയിൽ വരാതെ 1% പോലും ഇല്ല. 1%-ൻ്റെയൊക്കെ എത്രയോ താഴെ അപൂർവമായി ഉണ്ടായേക്കാം. നമ്മുടെ മദ്രസയിൽ എത്തിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഡ്രൈവിങ്, മസലൻ ഒരു കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെയാണ് ആകേണ്ടതെന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ചിന്താഗതി ആവശ്യമാണ്. പറ്റും എന്നതാണ് വസ്തുത. ഒരു മദ്രസ ക്ലാസ് റൂട്ടിലാണെങ്കിൽ നമുക്ക് കഴിയും. ഇതേപോലെ ഒരു പ്രൊഫഷണൽ വൽക്കരിക്കപ്പെടണം മദ്രസയിൽ. നേരത്തെ മദ്രസ നടന്ന റൂട്ടൊക്കെ റെഡി തന്നെയാണ്, ഇതുവരെ നടന്നതൊക്കെ റെഡി തന്നെയാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് മാറേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ മദ്രസയുടെ ഒരു വളർച്ച അങ്ങനെയാണല്ലോ. ഒരു കാലത്ത് മദ്രസ തീരെ ഇല്ലാത്തൊരു കാലത്ത് ഒരു ഓത്തുപള്ളി ഉണ്ടായി, അതിനുശേഷം പിന്നത് ഒരു സിസ്റ്റായി, അങ്ങനെ വന്നതല്ലേ മദ്രസകൾ. ഇതേപോലെ അടുത്തത് ഈ മദ്രസയിൽ സംഭവിക്കേണ്ട ഒരു
ജനിതക മാറ്റമാണ്, മദ്രസയിൽ സംഭവിക്കേണ്ട അടുത്തൊരു വളർച്ചാ ഘട്ടമാണ്. ഈ മദ്രസയെ എന്ത് ചെയ്യണം? പ്രൊഫഷണൽവൽക്കരിക്കപ്പെടണം. മദ്രസയിൽ വന്നാൽ മദ്രസയിൽ വരുന്ന ഒരു കുട്ടിയുടെ അക്കാദമിക പഠനം വരെ മദ്രസയിൽ നിന്ന് നിർവഹിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ 30 കുട്ടികൾ വന്നാൽ 10-ാം ക്ലാസ്സിൽ 3 കുട്ടികൾ എത്തുന്നില്ല. ഞാൻ പറയുന്നത് നമുക്ക് എത്തുന്നു മാത്രമല്ല, ഒരു മദ്രസയിൽ വന്നൊരു കുട്ടി എത്ര ഉയരങ്ങളിലെത്തിയാലും അവൻ മദ്രസയുടെ ആളായി നിൽക്കും നമ്മൾ ഈ ശൈലി സ്വീകരിച്ചാൽ. ഇപ്പൊ സത്യത്തിൽ പൊതുവിൽ ഈ അക്കാദമിക വിദ്യാഭ്യാസമൊക്കെ വളരെ എന്താ പറയേണ്ടത്, അധോഗതി ലൈനിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അക്കാദമിക വിദ്യാഭ്യാസം പൊതുവിൽ സ്കൂളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു അധോഗതി ലൈനിലാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ഈ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. 8-ാം ക്ലാസ് ആയാൽ അല്ലെ 9-ാം ക്ലാസ് ആയാൽ 10-ാം ക്ലാസ് ആകുമ്പോഴേക്ക് കുട്ടിക്ക് ട്യൂഷന് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസ സംവിധാനം അതിന്റെ റൂട്ടിലാണെങ്കിൽ ഒഴിഞ്ഞു പോകണോ? പലപ്പോഴും ട്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്നത്? ട്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് 2 അടി കൊടുത്ത് 6 അടി കൊടുക്കുക ട്യൂഷൻ. സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന അവിടെ നിന്ന് 800 റുപ്യ കൊടുക്കുക. ഇതിൽ കവിഞ്ഞ എന്താ വ്യത്യാസം? ശരിക്കും പറയുകയാണെങ്കിൽ അക്കാദമിക്കിലെ അത്തരം ഫോൾട്ട് കൂടി പരിഹരിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് നമ്മൾ. ചെറുതായി റെമഡിയൽ ടൈപ്പ് ടീച്ചിങ് മെത്തേഡും കാര്യങ്ങളും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ അക്കാദമിക പഠനം പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മദ്രസയുടെ സമയം കൂടുതലൊന്നും വേണ്ട, സമയം തന്നെ മതി. തന്നെ മതി എന്ന് പബ്ലിക്കിൽ പറയണ്ട. പബ്ലിക്കിൽ സമയത്തിന്റെ പറയണം, അത് മറ്റൊരു വിഷയം. ഇപ്പൊ പറയുന്നത് നമുക്ക് സമയം കുറഞ്ഞാൽ പോലും ഈ കുട്ടികളെയൊക്കെ മദ്രസയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും അവരുടെ പുരോഗതിയിൽ നമുക്ക് കൈവെക്കാനും സാധിക്കും. അത് ഔദ്യോഗികമായി ഒരു ബസ്സിനായി കൊണ്ടുവന്ന് ഒരു സ്ട്രക്ചറായി കൊണ്ടുവന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ 2 കാര്യം ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്, പുറത്തേക്ക് പോകുന്ന പ്രശ്നം തീർക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു സംഗതി, ഈ മുഅല്ലിമായി അവതരിപ്പിക്കുന്ന ആൾക്ക് 5000 രൂപ 3000 രൂപ 4000 രൂപ എന്നിട്ട് എണ്ണക്കടിക്കാൻ പോലും വേറെ കേസ് പുറത്തുനിന്ന് കൂട്ടണം. ഇത് മാറും ഈ രീതിയിൽ മാറിയാൽ. കാരണം എന്താ, നേരത്തെ 50 രൂപ വരിസംഖ്യ കൊടുക്കാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാവ് 1000 1500 തരും ഈ ലക്ഷ്യങ്ങൾ സാധിക്കുമെങ്കിൽ. അപ്പൊ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് എന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാത്രം ചെയ്യാണ്. അതിന്റെ ഇൻ ഡീറ്റെയിൽ ഇപ്പൊ അങ്ങനെ പറയാൻ സമയം പോരല്ലോ. ഞാൻ 6 മണിക്കൂറോളം എടുത്തിട്ടാണ് ഇത് പറയാറുള്ളത്, ആ ഇൻട്രോ പറയാറുള്ളത്. അപ്പൊ അത് ഞങ്ങൾ സൂചന പറഞ്ഞതാണ്. സാധിക്കും, പക്ഷെ ചിന്ത നമ്മൾ ഇത്രയും കഴിവുള്ള പ്രാപ്തിയുള്ള 2 വിദ്യാഭ്യാസമൊക്കെ ഒരുപോലെ നേടിയ ആൾക്കാർ ഒന്നിച്ചിരുന്ന് ഈ ചിന്തയിലേക്കൊക്കെ വന്നാൽ ഇൻഷാ അല്ലാഹ് സാധിക്കും. ഞങ്ങൾ ചർച്ച കൊണ്ടുവരട്ടെ. നമ്മളെ ഏതാണോ നിങ്ങളെ തദ്രീസിനാണ് വലപത്തെങ്കിൽ അങ്ങോട്ട് പോകാം. ഏതാണെങ്കിലും നേരത്തെ ചോദിച്ചു പോകാൻ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ആ റൂട്ട് മാറൽ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ഇനി അടുത്ത ഘട്ടം സംഭവിക്കേണ്ട ഒരു ഭാഗമാണ്. തദ്രീസിലെ അപ്രോച്ച് അത് മാറിയാൽ ഫാസ്റ്റ് ആകും. അതെ അതെ അതെ. അതിലെ കിതാബ് കൂടുതൽ അതായത് മുമ്പ് ഇപ്പം നമ്മളൊരു ദർസിൽ ഒരു 10 കുട്ടികളുണ്ട്. ഈ 10 കുട്ടികൾ മീസാൻ തുടങ്ങി. മീസാന്, പിന്നെ അജ്നാസ്, അങ്ങനെ കയറി സഞ്ചാന അവാമിൽ, തഖ്വീൽ നിസാന്, തുഹ്ഫ, ഖത്തുർനദ, ഇങ്ങനെ വരുമ്പോൾ ഇവരിൽ ഒരു അൽഫിയ ഫതുഹുൽ മൊയിൻ എത്തുന്ന ഒരു സമയമാകുമ്പോഴേക്ക് 10ൽ 3 പേരാണോ തിളങ്ങുന്നത്, ഈ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ 10ൽ 8 പേര് തിളങ്ങുക ചെയ്യുക. കാരണം എന്താ, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ കഴിവ് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, ഉസ്താദ് ഏകപക്ഷീയമായി പറയുന്നതിന് പകരം ഇതിൻ്റെ മിസാലുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഇപ്പോൾ ഈ അറബിയിൽ തന്നെ ഉണ്ടല്ലോ, ഈ അറബിയിലെ നമ്മുടെ കിതാബിൻ്റെ മുസ്തലഹാത്തുകളും കിതാബിൻ്റെ ലുഗത്തും കിതാബിൻ്റെ ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ഭാഷ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. കുട്ടികൾ എളുപ്പം പ്രാക്ടീസ് ചെയ്യും. ശരിക്ക് ഇംഗ്ലീഷ് നിങ്ങൾ നോക്ക്, ദിവസം 15 മിനിറ്റ് മാത്രം നിങ്ങൾ ഒരു കുട്ടി ഇവർ പറയുന്ന സ്ട്രക്ചറിൽ സമയം സ്പെൻഡ് ചെയ്താൽ
ഇത്ര സമയം സ്പെൻഡ് ചെയ്താൽ സംസാരിക്കും എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷിനേക്കാൾ എത്രയോ സ്ട്രക്ചറുള്ള വളരെ യൂസറുള്ള ഒരു ലാംഗ്വേജ് ആണ് അറബി. അറബി അതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അവരെ കൊണ്ട് അത് ഉപയോഗിപ്പിച്ച് കൊടുക്കാൻ പറ്റും. എത്ര ലോ ലെവലിലുള്ളവരാണെങ്കിലും ഉപയോഗിച്ചാൽ വികസിക്കുന്നതാണ്. മറ്റ് ലാംഗ്വേജിനേക്കാൾ അറബിക്ക് ഉമ്മുല്ലുവത്തായത് കൊണ്ട് തന്നെ അറബിക്ക് ഇത് കുവത്ത് കൂടുതലാണ്. സ്ട്രക്ചർ ഇംഗ്ലീഷിന് ഇത്ര സ്ട്രക്ചർ ഇല്ലല്ലോ, അറബിക്കുള്ള അത്ര സ്ട്രക്ചർ ഇംഗ്ലീഷിനുണ്ടോ? ഇല്ലല്ലോ. അതേസമയത്ത് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് യൂസർ കൂടുകയും അങ്ങനെ ആകുമ്പോൾ കിതാബിൽ അവർ ഈ മികവ് കാണിക്കൽ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അൽഫിയൊക്കെ അവർക്ക് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹിഫുളാക്കാൻ പറ്റും. ഹിഫുളാക്കാനും പറ്റും, അതിൻ്റെ അഹ്കാമ പറയാനും പറ്റും. കാരണം എന്താ, ഇപ്പം നമ്മൾ പലപ്പോഴും നേരത്തെ തന്നെ ഈ കിതാബ് പഠിക്കുന്ന രീതിയിൽ വിഷയത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ക്ഷീണിച്ചു പോവുകയാണ്. വിഷയം ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കിതാബ് പരിചയപ്പെടൽ വളരെ എളുപ്പമാണ്. ആ രീതി സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ തുടക്കത്തിൽ നമുക്കൊരു ചെറിയൊരു അജ്നബിയത്ത് ഫീൽ ചെയ്യും. അതെ, പഠിക്കേണ്ട സാധനങ്ങൾ ഞാൻ നമ്മുടെ സിലബസ് വേണ്ട. അവിടെ ചെയ്യുന്നത് എന്താണ്, കിതാബ് പഠിപ്പിക്കലാകുമ്പോഴാണ് ഈ പ്രശ്നം. കിതാബ് ശരിക്കും എന്തിനാണ്, വിഷയം പഠിപ്പിച്ചതിന് ശേഷം പഠിപ്പിച്ച വിഷയത്തെ കണക്ട് ചെയ്തിട്ട് നിലനിർത്താനാണ് കിതാബ്. ജൻജാനിൽ നിന്ന് കിട്ടേണ്ട സാധനം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. മിസാന് പഠിച്ച ഒരാൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കാൻ കഴിയും, ആ സ്ട്രക്ചർ പഠിപ്പിക്കാൻ കഴിയും. കിതാബ് അതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. പഠിച്ച വിഷയം ഓർക്കാനും അതിനൊരു റസ്മിയായിട്ട് അഥവാ ഒഫീഷ്യലായിട്ട് കണക്ട് ചെയ്യാനാണ് കിതാബ്. അങ്ങനെ ആകുമ്പോൾ ആ ഭാരം വരൂല. മനസ്സിലായി? നമ്മളൊരു കുട്ടി എക്സാം പഠിച്ചു, പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ അതിന് മുമ്പ് സംസാരിക്കാനോ എഴുതാനോ ഇൻഷാലൊന്നും കഴിവുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഇവർ എഴുത്തിലേക്ക് ഇൻഷായിലേക്ക് വരുമ്പോൾ ഒരു പേടി ഉണ്ടാവും, തെറ്റോ. നേരെ മറിച്ച് നമ്മുടെ ആളുകളൊന്നും പഠിപ്പിക്കുന്നില്ല. സാധാരണ അതിൽ അറബി കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത് ആദ്യം കുറെ ഇൻഷായിനെ കഴിവുണ്ടാക്കി കൊടുക്കും, കുറെ സംസാരിക്കുന്ന കഴിവുണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ പിന്നീട് അവസാനം തഞ്ചാൻ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനെന്നെ തിരിച്ചു വെക്കുന്നതാണ്. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞൊരാശയം അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫതുഹുൽ മൊയ്ൻ ഓതുന്നില്ലേ, ഈ ഫതുഹുൽ മൊയ്ന് പിന്നെ ഇപ്പോൾ യമനികളൊക്കെ ഫതുഹുൽ മൊയ്തൻ എപ്പോഴാ, ഈ മഹല്ലിയുടെ മിൻഹാജിൻ്റെ ഷുറൂഹ് കഴിഞ്ഞതിന് ശേഷം ഓതും അല്ലേ? അതുപോലെ ജൻജാന് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ അങ്ങനെ ഓതാം. ഇപ്പം നമുക്ക് നിലവിൽ ജൻജാൻ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, ആ സംഗതി നടപ്പിലാക്കുന്നതിന് തടസ്സമൊന്നുമില്ല, അതിപ്പോഴും നടക്കും. അവിടെ പിന്നെ മറ്റൊരു കാര്യം സാർ പറഞ്ഞതിലൊരു പരാമർശിക്കുന്നത്, നമ്മൾ ഈ പഠിക്കുന്ന അതേ സമയം തന്നെ നിങ്ങൾ ആദ്യമൊക്കെ ക്ലാസ്സിൽ എന്തുപയോഗിക്കുക, അറബിയും മലയാളവും ഉപയോഗിക്കുക ഒരേ സമയം. ആ ഉപയോഗിക്കുന്നതിൻ്റെ മലയാളം അതിൻ്റെ അറബി രണ്ടും ഉപയോഗിക്കുക. പിന്നെ മലയാളം കുറച്ചിട്ട് അറബി കൂട്ടുക. അങ്ങനെ കുറഞ്ഞ കാലം വന്നാൽ കുട്ടികൾ അപ്പോഴേക്ക് അറബി ശീലിക്കും. അതൊരു ഭാരമാകാൻ പാടില്ല. ഇങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ പെട്ടെന്ന് കുട്ടികൾ അറബിയിലേക്ക് അവർ കടക്കും. മുക്കററായി നമ്മുടെ ഉപയോഗം വന്നാൽ, തെക്രാറ് നമ്മുടെ ഉപയോഗത്തിൽ വന്നാൽ, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അറബിയിലും പറയാം മലയാളത്തിലും പറയാം. അപ്പൊ ഏകദേശം രണ്ടും ഇത് നേടുന്ന ഒരു സാധനം എത്തുമ്പോൾ മലയാളം കുറക്കുക, അറബി കൂട്ടുക. അതിർക്ക് കബൂലായി എന്ന് തോന്നുമ്പോൾ മലയാളം പതുക്കെ ഒഴിവാക്കിയിട്ട് ഇതാക്കുക. അപ്പൊ നമ്മളും ശീലിച്ചു തുടങ്ങും, പെട്ടെന്ന് ശീലിക്കും, കുട്ടികൾ നമ്മളെക്കാൾ ഫാസ്റ്റ് ആകും. കാരണം എന്താ, നമുക്ക് തടസ്സം എന്താണെന്നറിയാം, നമ്മൾ നേരത്തെ ഒരു വസന് സെറ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ ഒരു പ്രയാസം ഉണ്ടാവും. കുട്ടികൾക്ക് ആ പ്രയാസം ഉണ്ടാവില്ല. തുടക്കത്തിൽ തന്നെ അവരെന്ത് ചെയ്തോളും, വേഗം കയറിക്കോളും, ഫാസ്റ്റായിട്ട് കയറിക്കോളും. അതുണ്ടാവും. പക്ഷെ അതിൽ ചെറിയൊരു വിഷയം കൂടി പറയാം. സാർ പറഞ്ഞൊരു മാറ്റർ, ചില കുട്ടികളിൽ അളവ് വ്യത്യാസം, ഇതില് ചെറിയൊരു തിരുത്തുണ്ട് എൻ്റെ. എന്തെന്നറിയോ, സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ബുദ്ധിക്കുറവാണെന്നാണ്. ബുദ്ധിക്കുറവല്ല. അതിൽ നിന്നും ഞാൻ തൽക്കാലം ഒന്ന് മാറുന്നു. എന്താ അറിയാ, ഇവർക്കൊരു ലുഗത്തുണ്ട്, പഠിക്കുന്നതിനൊരു ലുഗത്തുണ്ട്. 3 ലുഗത്താണ് പ്രധാനമായിട്ട് അതിൽ മേൽ പരാമർശിക്കുക. അതായത് അതിൻ്റെ മുസ്തലാഹ് ഇംഗ്ലീഷിൽ തന്നെ പറയാം, വിഷ്വൽ, ഓഡിറ്ററി, കിനസെറ്റിക്.
വിഷ്വൽ എന്ന് പറയുന്നത് ചിലർക്കൊരു വിഷയം മനസ്സിലാകാൻ ഒരു ചാർട്ടൊക്കെ വരഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്ലിക്ക് സാധനം ക്വിക്ക്ലി ഓക്കെ, അത് സഡൻ ഓക്കെ ആയി. ചിലർക്ക് പാട്ട് പോലെ അല്ലെങ്കിൽ ഈണത്തിൽ പറഞ്ഞു കൊടുത്താൽ ഭയങ്കര സൂപ്പറോ ഭയങ്കര കബൂൽ. വേറെ ചില കൂട്ടരുണ്ട്, അവർക്ക് പിന്നെ ആവശ്യമുള്ളത് നമ്മൾ അവതരിപ്പിക്കുന്ന അവതരണത്തിലെ ഭാവങ്ങൾ, അത്തരം ചില സംഗതികൾ ഉണ്ടായാൽ ഭയങ്കര ക്ലിക്കാകുന്ന കൂട്ടരുണ്ട്. പറഞ്ഞാൽ വിഷ്വൽ ഓഡിറ്ററി കിനസ്തറ്റി. വിഷ്വൽ എന്ന് പറയുമ്പോൾ കാഴ്ചക്ക് കൂടുതൽ, അതായത് റഫു എന്ന് പറഞ്ഞാൽ ലമ്മത്താണെന്ന് പറയും പോലെയാണ്. റഫു എന്ന് പറഞ്ഞാൽ ലമ്മത്ത് അല്ലല്ലോ, ലമ്മത്ത് റഫീന്റെ ഒരലാമത്ത് മാത്രമാണല്ലോ. അതുപോലെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ചയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കിനസ്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫീലിംഗ്, ചലനം എന്നതിനെ പ്രധാനമായിട്ട് അവലംബിക്കുന്നത്, ഈത്തിമാദ് ചെയ്യുന്നത്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ സംസാരം, ശബ്ദം, ഇവയെ ഇത് ചെയ്യും. ഇത് മൂന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികളുണ്ടല്ലോ, സത്യത്തിൽ ശ്രദ്ധക്കുറവും അല്ല ഇവിടെ. ശ്രദ്ധക്കുറവിന്റെ അംശം ഇതിലും എത്രയോ, ഇപ്പം നമ്മൾ കാണുന്നതിൽ എത്രയോ ചെറുതേ ശ്രദ്ധക്കുറവ് വരുള്ളൂ. നമ്മളെ പിന്നെ ഇതൊക്കെ പറയും, എന്ത് ഓട്ടിസം എന്നൊക്കെ പറയും പോലെ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമേ അറ്റൻഷൻ ഇല്ലാത്തത് അത്രയൊക്കെ വരുള്ളൂ. വളരെ ചെറിയൊരു ശതമാനമേ വരുള്ളൂ. കൂടുതൽ എന്താ വരികയെന്നറിയാം, അവരുടെ ലാംഗ്വേജിൽ പറയൽ വിട്ടുപോയാൽ, അവരുടെ ലാംഗ്വേജിലല്ല നമ്മൾ പറയുന്നത്, അപ്പോൾ അവർക്ക് കിട്ടാതാവും. ഒന്ന് കിട്ടാതായാൽ ചിലപ്പോഴൊക്കെ അത് മുസൽസൽ, അത് അടുത്തതിന് കാരണമാകും, ഒരു ദൗറ് വരും. പിന്നെ അവർക്ക് തിരിയില്ല എന്നുള്ളതായി അത് സ്ഥിരപ്പെടും. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുക. അതിൽ നമ്മൾ ഈ ഒരു സംഗതി കൊണ്ടുവന്നാൽ അത് പരിഹരിക്കപ്പെടും. അപ്പൊ പിന്നെ ഈ ഖദർ വ്യത്യാസപ്പെട്ടാലൊക്കെ സംഗതി വിജയിക്കും. പിന്നൊന്ന് വേണ്ടത് ഈ വിഷയത്തിൽ ഒരു പരിഹാരം, നമ്മൾ ഈ തദ്രീസിനൊക്കെ നമ്മളെ മുസ്തലിഹ് IDR എന്നാണ്, ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ റിപ്പോർട്ട്. IDR എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം, സാധാ ഒരു നോട്ട് പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു ഉസ്താദിന് ഇത്ര കുട്ടികൾ എന്നുള്ള രീതിയിൽ പ്രധാന ചുമതല. ആ ഉസ്താദ് ആ കുട്ടികളുടെ ഓരോ പുസ്തകത്തിൽ പേജിന് ഏറ്റവും മേലെ ഓരോ പേജ് ഓരോ കുട്ടിക്ക് റിസർവ് ചെയ്ത് വെക്കുന്നു. ആ കുട്ടിയുടെ എല്ലാ വിഷയങ്ങളും അതിൽ നോട്ട് ചെയ്യുന്നു. ഒരു ദിവസം ഇപ്പോൾ 10 കുട്ടികളാണ് ഉസ്താദ് എടുക്കുന്നതെങ്കിൽ ഒരു ദിവസം 2-3 കുട്ടികളുടെ വിഷയം ഒരു ദിവസം, ഒരാഴ്ചത്തെ നോട്ട് എന്ന് പറഞ്ഞാൽ കുറേ എഴുതാനൊന്നും ഉണ്ടാകരുത്. ഒരു മാനദണ്ഡം വെക്കുക, പഠനം, സ്വഭാവം, വസ്ത്രം, അങ്ങനെ പ്രധാന ആവശ്യമുള്ള ഒരു അത്ര മാനദണ്ഡങ്ങൾ വെക്കുക. ആ മാനദണ്ഡങ്ങൾ ഓരോ ആഴ്ചയും ഇതിൽ വിലയിരുത്തി എഴുതുക. പ്രധാനപ്പെട്ട വാക്യത്തുകൾ ഉണ്ടെങ്കിൽ, ഒന്ന് വൈകി വന്നു, അല്ലെങ്കിൽ വേറെന്തോ ഒരു അടിപിടി കേസ് ഉണ്ടായി, അതല്ലെങ്കിൽ കുട്ടിക്ക് വല്ലാതെ ഉറക്ക് വരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കേസുകൾ വരുന്നുണ്ടെങ്കിൽ അത് ആ സമയബന്ധിതമായി അതും ആ കുട്ടിയുടെ പേജിൽ നമ്മൾ നോട്ട് ചെയ്യുക. അങ്ങനെ നോട്ട് ചെയ്തിട്ട് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതി ഉണ്ടായാൽ നമുക്ക് വളരെ ഒരു സമൂലം സൊല്യൂഷൻ എന്ന് പറയാം, ഒരു അടിമുടി പരിഹാരത്തിലേക്ക് പോകാൻ എളുപ്പം ഒരു ടൂളാണ് IDR. ഈ സിസ്റ്റം കൊണ്ടുവന്നാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികളെ ഇപ്പം നമ്മളതിന് സമാനമായ ഓരോ കുട്ടികൾക്കും ഓരോ റെക്കോർഡ് ഉണ്ട്. അതിൽ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഏറ്റവും സെറ്റ് രേഖപ്പെടുത്തി അതാ ദിവസം ക്ലാസ് ഉസ്താദിനെ കാണിക്കുക, അതിലാവശ്യമായ റിമാർക്സ് ഒക്കെ ചെയ്യാനൊക്കെ. സൂപ്പർ, നല്ല സംഭവമാണ്. ഇതിൽ പിന്നെ നമ്മൾ സാധാരണ ഊന്നി പറയാറുള്ള ഒരു മാറ്റർ, ഇതൊരിക്കലും ഒരു കുട്ടിക്ക് ഭയപ്പെടേണ്ട ഒരു സാധനമായി മാറരുത്. പറഞ്ഞാൽ ഒരു അതെ ഇൻട്രസ്റ്റഡ് ആക്കണം. ഒരു കുട്ടിക്ക് അത് കബൂലായിരിക്കണം. കുട്ടിക്ക് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം വരരുത്. ഉണ്ട്, മദ്രസ ഡയറി ഉണ്ട്. ഈ മദ്രസ ഡയറി ഒക്കെ ഈ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടാൽ ഭയങ്കര സക്സസ് ആണ്. അതായത് കുട്ടിക്കത് പേടിക്കേണ്ടി വരരുത് എന്ന് പറഞ്ഞാൽ, കുട്ടിയുടെ നിസ്കാരം നോട്ട് ചെയ്യുമ്പോൾ അത് പേടിക്കേണ്ടി വരരുത് എന്നർത്ഥം. യെസ് എന്ന് പറഞ്ഞാൽ എന്താ വിഷയം എന്നറിയാം, ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയ, ഒരു കുട്ടിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ബൈ ചാൻസ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ തെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഈ കുട്ടിയുടെ മനസ്സിൽ ആദ്യം ഇതാരോടാ പറയേണ്ടത് എന്ന് തോന്നിയാൽ ആ കുട്ടിക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നേണ്ടത് ഉസ്താദിനോട് പറയാം. ഒരു ഹറാമ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഹറാമ് ചെയ്യണമെന്ന് തോന്നിപ്പോകുന്നു, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ എന്തെങ്കിലും ഒരു അപകടകരമായ ഒരു ദുസ്വഭാവത്തിൽ പെട്ടു എന്ന് തോന്നിയാൽ ആദ്യം ആരോട് പറയണം? ഉസ്താദിനോട് പറയാമെന്ന് തോന്നുന്നു.
എൻ്റെ കുറ്റം ഇപ്പോൾ ഏതൊരാൾ ഉസ്താദിനോട് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, കാരണം ഉസ്താദ് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഉസ്താദ് എന്നെ രക്ഷിക്കും, എന്നെ വേണ്ട രൂപത്തിൽ ഉസ്താദ് എത്തിച്ചു തരും. ഇവിടെ എന്താവശ്യമില്ല, നമ്മുടെ ഒരു ഹൗഫിലെ ഒരു നെഗറ്റീവ് ഹൗഫ് അവിടെ ആവശ്യമില്ല. നെഗറ്റീവ് ഹൗഫ് ഉണ്ടായാൽ അത് കുട്ടികളിലെ പല കാര്യങ്ങളും മറച്ചു വെക്കപ്പെടാനുള്ള ഒരു കാരണമായി അത് മാറും. അതുകൊണ്ട് തന്നെ ഇത്തരം സംഗതികൾ ലീഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും അത് ഭയപ്പെടുത്താനുള്ള മാറ്റർ ആകാൻ പാടില്ല. പകരം ആ കുട്ടിക്ക് എൻ്റെത് ചെയ്യണം, എൻ്റെ ഒരു ഇഫ്തിഖാറാണ്, എൻ്റെ ഒരു ഹാജത്താണ് എന്ന് വരണം. കുട്ടിയുടെ ഒരു ആവശ്യമായിരിക്കണം അത്. ഇത്തരം സംഗതികളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കൾച്ചറാണ് റിവാർഡ് സിസ്റ്റം. റിവാർഡ് സിസ്റ്റം എപ്പോഴും ഒരു പോയിന്റ് സിസ്റ്റം, പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട സംഗതികളൊക്കെ നേടിയാൽ അതിനൊരു പോയിന്റ് സിസ്റ്റം. എല്ലാ ദിവസവും പോയിന്റ് രേഖപ്പെടുത്തിയിട്ട് അത് അയ്യോ പേരൻസിനോട് ഷെയർ ചെയ്തു. അയ്യോ സൂപ്പർ, എല്ലാ ദിവസവും അതിൽ ഉഷാറുള്ള ആൾക്കാർക്ക് സ്റ്റാർ കൊടുത്തിട്ട് സൂപ്പറാണത്. അതായത് നമുക്ക് പാരൻസിലേക്ക് സ്ഥാപനത്തിന്റെ സന്ദേശം കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. അൽഹംദുലില്ലാഹ് അത് അതിലെ നിപുണനായതുകൊണ്ട് പ്രത്യേകിച്ച് അത് നല്ലൊരു സ്തുത്യർഹമാണ്. അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്. പിന്നെ നമ്മൾ ഈ പാരൻസിന് ഈ ആശയങ്ങൾ കൈമാറുമ്പോൾ ഇനി ആ പാരൻസിനോട് ഒരാഴ്ചയിലോ മറ്റോ ഒന്നിച്ചൊന്ന് എന്ത് ചെയ്യണം, അവരൊന്ന് വിളിച്ച് അവരുടെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്ന, ആ വീട്ടിൻ്റെ സ്ഥിതിവിശേഷം ഒന്ന് പഠിക്കുക, വെറുതെ പഠിക്കുക. അവർക്ക് ബുദ്ധിമുട്ടാകാതെ അവർക്ക് സന്തോഷമുള്ളൊരു പഠനം ഉണ്ടാവില്ല. എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ജ്യേഷ്ഠന് 24 വയസ്സായി, അവൻ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവനൊരു കല്യാണം അന്വേഷിക്കുന്നുണ്ട്, അവരെ ഇപ്പോൾ ഒരു ഉസ്താദ് ചോദിക്കുക എന്തൊക്കെയാ അവൻ്റെ ഇപ്പോൾ പ്രായം 25, കല്യാണം നോക്കുന്നുണ്ടല്ലേ, ഇൻഷാ അല്ലാഹ് നമ്മൾ ദ്വാരക്കട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് അല്ലേ. ഈ പോസിറ്റീവിൽ ഈ ടൈപ്പിൽ ആ വീട്ടിലെ മുഴുവൻ വിഷയവും നമ്മൾ പഠിക്കണം. നെഗറ്റീവ് ആംഗിളിലല്ല, പോസിറ്റീവ് ആംഗിൾ. പോസിറ്റീവ് ആംഗിളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് നമ്മൾ സഹായകമാകും. മസലൻ ഇതെടുക്കുക, ഈ മാറ്റർ എടുക്കുക, ഈ മാറ്ററിൽ അങ്ങനെ ബന്ധപ്പെടുന്ന ഒരാൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ബന്ധം ശരിയാകുന്ന ആദ്യം ആരോട് പറയാം, ബന്ധം ഒന്ന് ശരിയായി വന്നാൽ ആരോട് പറയാമെന്നാ തോന്നുക, ഉസ്താദിനോടൊന്ന് പറയട്ടെ എന്ന്. ഈ ഉസ്താദ് ഇനി വിളിക്കങ്ങളൊന്ന് സ്ഥാപനത്തിൽ വരി കേട്ടോ, കല്യാണം കഴിക്കുകയല്ലേ, എങ്ങനെയൊക്കെയാണ് നടക്കുക, ചടങ്ങൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് എന്ന് ഈ ഉസ്താദ് ആ ചർച്ച ചെയ്യുന്നെങ്കിൽ അത് നടക്കൂലേ ആ വീട്ടിൽ. ഈ ഉസ്താദിനെ അവിടെ ഡിസൈൻ ചെയ്യാൻ എളുപ്പമല്ലേ. ഇത് ഒരു മാറ്റർ സാമ്പത്തികം. നമ്മൾ ഈ സ്ഥാപനത്തിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 120 കുട്ടികളുണ്ടെങ്കിൽ ഈ സ്ഥാപനം നടക്കാൻ ആവശ്യമായ വിഭവം ഈ പാരൻസിലോ പാരൻസിൻ്റെ മുൽഹക്കാത്തിലോ ഉണ്ടാകും. അപ്പോൾ എന്തു വേണ്ട പിരിവ് ചോദിക്കണ്ട. നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ രക്ഷിതാക്കളെ അറിയിക്കുന്നു. അവർക്കിടയ്ക്കൊരു ഗാദറിങ്, പാരൻസ് മീറ്റിംഗ് നടക്കാറുണ്ട് സ്ഥാപനത്തിലൊക്കെ. സാധാരണ പാരൻസ് മീറ്റിംഗ് നടക്കുന്നതിന് കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ ഒരു കൗലും ലാഇയാണ് ശരിക്കാ സാധനം. ഒരു വെറും ലഗത്താണത്. കുട്ടികളെ ശ്രദ്ധിക്കണം. അതായത് മാസത്തിൽ ഒരു ദിവസം ഗസ്റ്റായിട്ടാണ് വീട്ടിൽ പോകുന്നത്. അവിടുന്ന് നമ്മൾ രക്ഷിതാക്കളോട് പറയും ഇവനെ ശ്രദ്ധിക്കണം. അങ്ങനെ മാറ്ററായി വരരുത്. ഭൂലോക പരാജയമാണത്. ആകെ മാസത്തിൽ 2 ദിവസം ഗസ്റ്റായിട്ട് പോകുന്ന അവസ്ഥയാണ് വീട്ടിൽ ഈ കുട്ടിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമെന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. അത് പറയേണ്ടി വരാൻ പാടില്ല. നമ്മൾ ശരിക്കും നമ്മളാണ് റെസ്പോൺസിബിൾ ആകേണ്ടത്. നമ്മൾ അവരോട് പറയേണ്ടത് എന്താ, നമ്മളെ മക്കൾ അവിടെ വരുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും പ്രയാസമോ സ്വഭാവത്തിലോ എന്തെങ്കിലും ഒരു മോശമൊക്കെ കണ്ടാൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ നോക്കൂ കേട്ടോ. ഇതല്ലേ നമ്മൾ പറയണ്ടേ. ഇന്ന് നമ്മളെ മക്കൾ അവിടെ വരികയാണ്, നിങ്ങൾക്ക് പഠനത്തിലോ സ്വഭാവത്തിലോ ഇബാദത്തിലോ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്ന് തോന്നി നമ്മളോട് പറയാട്ടോ, നമ്മൾ നോക്കിക്കോളൂ. അതല്ലേ പറയണ്ടേ. അല്ലാതെ എന്തിനാ നിങ്ങൾ അവരോട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വന്നത് മുതലേ പോലും ഇത് മര്യാദക്ക് നിസ്കാരമൊക്കെ മര്യാദക്ക് നിസ്കരിക്കണം കേട്ടോ. ലീവിന് കുട്ടീൻ്റെ ഉള്ള സ്വസ്ഥത പോയി. കുട്ടി വിചാരിക്കും തൽക്കാലം ഞാൻ ടർഫ് പോട്ടെ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വേറെ ഇടം പോട്ടെ എന്ന് കരുതും. കുട്ടിയും വീട്ടുകാരും തമ്മിൽ അകന്നു. അവിടെ നമുക്ക് ഇടപെടാൻ കഴിയണം ശരിക്കും. നമ്മളൊരു പ്രൊഫഷണൽ സിസ്റ്റം അവിടെയാണ് എത്തുന്നത്. ഫാസ്റ്റ് ടൈപ്പിലേക്ക് പോവുകയാണെങ്കിൽ മാഷാ അല്ലാഹ്. എന്തായാലും ഇവിടെ അതിനുള്ള കളമൊക്കെ വളരെ സൂപ്പറാണ്. എന്തായാലും ഈ സബ്ജക്റ്റിൽ തന്നെയാണല്ലോ മൂപ്പരുടെ പഠനങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സംഗതി കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ
ഒരു സ്ഥാപനത്തിന് ആവശ്യമായ മുഴുവൻ വിഭവവും എപ്പോഴും നിറഞ്ഞു കിടക്കും. ഇപ്പോൾ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ കറക്റ്റ് കാഴ്ചപ്പാടുകളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പാരൻസിന് ഗാദറിങ് കൊടുക്കേണ്ടത്. ഗാദറിങ് കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും വരണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പാരൻസിന് ഗാദറിങ് ഉണ്ട്, വരുന്നവരൊന്നും എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. വരാത്തവർ നിങ്ങൾ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? അവർ വരാൻ മാത്രം നമ്മൾ അവരോട് അടുത്തിട്ടില്ല, ഇനി എങ്ങനെ അവരോട് അടുക്കാം, ഈ പഠനമാണ് നടക്കേണ്ടത്. അങ്ങനെ പഠിച്ചാൽ ഇപ്പം നാട്ടിലില്ലാത്ത ഒരാളാണ്, അങ്ങനത്തെ ടീമിനൊക്കെ ഓൺലൈൻ വെക്കണം, അതിന് ഒരു 5 മിനിറ്റ് പങ്കെടുപ്പിക്കണം, ബാക്കി നമ്മൾ കൈകാര്യം ചെയ്യണം. ആ ഗാദറിങ്ങിൽ സ്ഥാപനത്തിൻ്റെ സാധ്യതകളൊക്കെ പറയുന്നു, കുട്ടികളുടെ മികവുകൾ ഷെയർ ചെയ്യുന്നു. ഒരു ഗാദറിങ്ങിൽ എല്ലാ കുട്ടികളെക്കുറിച്ചും എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു അവാർഡ് കൊടുക്കണം. എല്ലാ കുട്ടികളുടെയും ഒരു പ്ലസ് പോയിന്റ് നമുക്ക് രക്ഷിതാക്കളോട് പറയാൻ കഴിയണം. എഴുതാൻ കഴിയുന്നത് അങ്ങനെ, ചിത്രം വരക്കാൻ കഴിയുന്നവർ അങ്ങനെ, ഇമാമത്ത് നിൽക്കാൻ പറ്റുന്നവർ അങ്ങനെ, ഇനി മറ്റ് ഖിറാഅത്തിലുള്ളവരങ്ങനെ, ഹിഫ്ളിലുള്ളവരങ്ങനെ, എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ഒരു കുട്ടി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ സദസ്സിൽ വരാൻ ആ രക്ഷിതാക്കൾക്ക് 100 മനസ്സുണ്ടാവും. അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ളൊരു ചിന്താഗതി ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാകും. എന്റെ കുട്ടിനെ കുറിച്ച് നല്ലത് പറയണ കേൾക്കാൻ ഏത് രക്ഷിതാവും ആഗ്രഹിക്കല്ലോ, സ്വാഭാവികം. അപ്പൊ നമുക്ക് പണി കുറവാകും. എന്തായാലും ഒരു കഴിവില്ലാത്ത ഒരു കുട്ടിയും ഉണ്ടാവില്ല. നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുട്ടി അങ്ങനെ ആയത്, ഇപ്പം ദുഷ്ടകാലാണ്. ഈ ദുഷ്ടകാലാന്ന് തന്നെ പറയരുത്. ദുഷ്ടകാലാണെന്ന് പറയുന്നതിന് പകരം നല്ല സാധ്യതകളുള്ള നാളാണ്. ഇവർ നല്ല സാധ്യതകളിലാണ് നിലവിലുള്ളത്. നിങ്ങളും സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെ? ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ രക്ഷിതാക്കളോട് നമ്മൾ പറയേണ്ടത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതും ഇതും ചെയ്യണമെന്ന് പറയണ്ട. എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളോട് ഉണർത്തിയാൽ മതി. നമ്മൾ തല്ലൊന്നുമില്ല, നമ്മൾ നോക്കിക്കോളൂ, നമ്മൾ നേരെയാക്കി തരും. നമ്മളെ കുട്ടികളോടും നമുക്ക് സൗഹൃദത്തിൽ സംസാരിച്ചൂടെ? നല്ല ഒഴിവ് സമയത്ത് വരുന്ന അന്ന് ഒരു കാരണവശാലും വൈകിയാലും നേരത്തെ വന്നാലും ഒന്നും എന്തുണ്ടാകരുത്. വരുന്ന ദിവസം ഒരു കുട്ടിയോട് ഷൗട്ട് ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടായത്. വൈകിയാൽ പോലും വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നല്ല ഹാപ്പി ആയിട്ട് നമ്മളൊന്ന് ആലോചിച്ചു. സത്യം പറയണേ, നമ്മളിവിടെ ഇപ്പോൾ ഈ 120 കുട്ടികളൊക്കെ പഠിച്ചു നോക്കിയാൽ ഒരു കുട്ടി പോലും ഒരു മോശമായ വഴിയിൽ വൈകുന്നു, അഥവാ വൈകുന്നുണ്ടെങ്കിൽ മോശമായ വഴിയിൽ വൈകുന്നുണ്ടാവില്ല. ഒന്നുകിൽ ഇതിനോടുള്ളൊരു ലബ്ധത്ത് കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് വരിക. അത് നമ്മൾ പരിഹരിക്കല്ലേ ചെയ്യേണ്ടത്. അപ്പൊ കുട്ടി വൈകി വരുമ്പോൾ ഒരിക്കലും ആ വരുന്ന സമയത്ത് കുട്ടിക്ക് ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടായത് വളരെ സന്തോഷത്തോടെ. പക്ഷെ അത് പരിഹരിക്കണം. അഥവാ വൈകുന്നുണ്ട് പരിഗണിക്കലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിക്കുന്നു, മോനെ ഈ ലീവിന് എന്തായിരുന്നു സംഭവിച്ചത്, ഇങ്ങനെ ഉണ്ടല്ലോ, അടുത്ത ലീവിന് അത് സംഭവിക്കാതിരിക്കാൻ ഏത് ഹെൽപ്പാണ് നിനക്ക് വേണ്ടത്? അടുത്ത ലീവിന് നേരത്തെ വരാനും കറക്റ്റ് സമയത്ത് വരാനും മുൻകെ ഏത് ഹെൽപ്പാണ് ഉണ്ടാകേണ്ടത്? ഇത്തരം സംഗതികളാണ് ഇവരോടുള്ള സമീപനമായി ഉണ്ടാകും. ആ സമീപനം ഉണ്ടായാൽ തന്നെ പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഒരു ഉപദേശിക്കും ചെല്ലല്ലോ കേട്ടോ. ഈ സമയം ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ നിങ്ങളെ ഈ എന്താ പറയുക, ആക്റ്റീവ് മോഡൊക്കെ ഭയങ്കര സംഭവമാണ്. മാഷാ അല്ലാഹ്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇങ്ങനെ ഇരിക്കൽ തന്നെ. കാരണം സാധാരണ അധിക സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഇരിക്കാൻ കഴിയൂല. ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ കഴിയാന്നുള്ളത് തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞാൽ അധികം പറ്റാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകണമെന്നൊക്കെ പറഞ്ഞാല് അധികം പറ്റേ. പല അഭിപ്രായങ്ങളാണ്. ചില ആളുകൾ മഹാന്മാരെ ഉദ്ദേശിച്ച് കല്യാണം എന്ന് പറയുന്നവരുണ്ട്, കല്യാണം പറയില്ല. സ്വന്തമാരിമാവിനെ ഉദ്ദേശിച്ച് കല്യാണം എന്ന് പറയുന്നത് പറഞ്ഞ അങ്ങനെ കൂടി കൂട്ടിക്കൊഴിച്ച് നമ്മൾ ഒരുപാട് മോട്ടിവേഷനിൽ തല്ലണ്ടാവും കേൾക്കുന്നുണ്ട്, തല്ലണമെന്നും കേൾക്കുന്നുണ്ട്. സംഭവത്തിന്റെ ഞാൻ അതൊന്ന് എല്ലാം കൂടെ ഒന്നിപ്പിക്കാം. ഇപ്പോൾ 2 മോഡ്, ഒരു എ ഒരു ബി. ഒരു ഫാത്തിഹ പഠിപ്പിക്കുകയാണ്, നല്ല തല്ലൊന്നും ചെയ്യാതെ പഠിപ്പിക്കുന്നു. ഒരു ഉസ്താദ് തല്ലിയിട്ട പഠിപ്പിക്കുന്നത്. രണ്ടാളും പഠിപ്പിക്കുന്ന ഉഷാറായിട്ട് തന്നെ സംഗതി നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉസ്താദ് തല്ലിയിട്ട് പഠിപ്പിക്കുന്നു, മറ്റൊരു ഉസ്താദ് തല്ലാതെ പഠിപ്പിക്കുന്നു. ഏതാ അഫ്ളല്?
അത് ഖിലാഫില്ലല്ലോ, ഉറപ്പല്ലേ? അതായത് കുട്ടി തല്ലാതെ പഠിക്കുന്നുണ്ട്, പിന്നെ അതാണ് അഫ്ളൽ എന്നുള്ളതിൽ ഒരിക്കലും ഖിലാഫില്ലല്ലോ. ഇല്ല, ലാ ഖിലാഫ ബൈൻ. എങ്കിൽ അവിടെ തല്ലേണ്ടി വരുന്നത് ഒരു നുക്സാൻ അല്ലേ? അല്ലേ? അവിടെ തല്ലേണ്ടി വരുന്നത് ഒരു നുക്സാൻ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എൻ്റെ മാറ്റർ എന്താ അറിയാം? ഇനി ഞാൻ എൻ്റെ ഈ ഒരു 8 കൊല്ലം ഞാൻ ഇപ്പം ഈ സാധനം പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സ്പെഷ്യൽ മാറ്ററാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 കൊല്ലം. അതിന് മുമ്പ് ഒരു 12 കൊല്ലത്തിന് മേലെ ഞാൻ അല്ലാത്തത് നമ്മൾ ട്രഡീഷണൽ പ്രാക്ടീസ് ചെയ്തു. ഈ 8 കൊല്ലത്തിനിടയിൽ ഒരു കേസ് തല്ലലാണ് അഫ്ളൽ എന്ന് തെളിയിക്കപ്പെട്ട ഒരു വാഖിയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഈ സദസ്സിലും ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു ഇൻസിഡൻ്റ് ആയിരിക്കണം, ഇത് റിയൽ മാറ്റർ, എന്തില്ല, തഖ്ദീറില്ല, ഹഖീഖത്തൻ നഫ്സുൽ അംറിലുള്ള ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് അത് തല്ലണാണ് അഫ്ളൽ കാണുന്നില്ല. നിങ്ങൾ എനിക്ക് കാണിച്ചു തരും. ഇവിടെയാണ് വിഷയം. ഞാൻ അന്വേഷിച്ചു. ഞാൻ നിരുപാധികം നമ്മൾ ഒന്നിനെതിരെ മത്സരിക്കണ്ട, ഒന്നിൻ്റെ എതിരോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ആളോ ആകണ്ട. അതേസമയത്ത് നമുക്കൊരു നിഷ്പക്ഷതയോടുകൂടെ കാര്യങ്ങൾ വിലയിരുത്താലോ. അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് എവിടെയാ തല്ലേണ്ട ആവശ്യം വരുന്നത് കാണുന്നില്ല. അവിടെ വിഷയം ഇനി പറയാം. അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് തൊലബുണ്ട്. ഇപ്പം ഈ വിഷയം എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം വിഷയം താലീമല്ല. ഉദാഹരണത്തിന് മുറുസബിയ ശരിക്കും പറഞ്ഞാൽ താലീമല്ല. അവിടെ ശരിക്കും താലീമല്ല അവിടെ നടക്കുന്ന ഒന്ന്. ഇനി പോട്ടെ, തൽക്കാലം ഫർലൻ നമ്മളത് താലീമാണെന്ന് സങ്കല്പിക്കുക. എങ്ങനെ ഹദീസ്? ഇതാ ബലഗ സബഅസിനി. അപ്പോൾ 7 വയസ്സാകുമ്പോൾ തുടങ്ങണേ. ഇനി 7, 8, 9, 10. 10 എന്ത് ചെയ്യണം? പതിരിപ്പ് വലയുക, അല്ലേ? അപ്പോൾ എത്ര കൊല്ലം കൽപ്പിക്കണ്ടേ? ഇത്രയും വർഷം കൽപ്പിച്ചിട്ട് തല്ലേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നാണോ ഇല്ല എന്നാണോ നബിതങ്ങൾ വാഖിയത്തോട് പഠിപ്പിക്കുന്നത്? ഹസൻ ഹുസൈൻ മുസൈൻ അല്ല, അവിടെ ഞാൻ പറയാം, നബിതങ്ങൾ വാഖിയത്തോണ്ട് പഠിപ്പിച്ചൊരു സംഗതി അവിടെ തല്ലേണ്ടി വരൂല എന്നാ പഠിപ്പിച്ചത്. ഇനി എന്താ അവിടെ മാറ്റർ? എന്താ തല്ലണം എന്നുള്ളതിനെ കുറിച്ച് യാനത്തിൽ വന്ന പദങ്ങൾ വിശദീകരണം നോക്ക്. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന് ആ മാറ്റർ തന്നെ എവിടെയാ വരുന്നത് പറഞ്ഞാൽ, ഒരു രക്ഷിതാവ് കറക്റ്റ് രക്ഷിതാവാണെങ്കിൽ ആ രക്ഷിതാവിന് വല്ല കാരണവശാലും ഒരു കുട്ടിക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒരു ഇതുണ്ടെങ്കിൽ ആ തല്ലെന്ത് വേണ്ട, അലമു വേണ്ട, ആ കുട്ടിക്ക് അത് സഹിക്കാൻ കഴിയില്ല. പോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ 5 കാര്യം പറഞ്ഞില്ലേ, ഐ കോണ്ടാക്ട്, 5 കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഈ അടുത്തൊരു ദിവസം ഒരു മദ്രസയിലെ ഉസ്താദ്, ഞാനിങ്ങനെ ഈ വിഷയം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെഷൻ, അയാൾ നമ്മളെ ഇതിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അയാൾ ഇതിങ്ങനെ പറഞ്ഞു, ആരോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അയാൾ ചൂടായിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത് വെറുതെയാ. ഞാനും മെനിയാന്ന് ഒരു കുട്ടി എന്തോ ഒരു വികൃതി കളിച്ചപ്പോൾ അന്ന് ആ കുട്ടീൻ്റെ മുഖത്ത് മാത്രം നോക്കിയില്ല, വേറൊന്നും പറയോ ചീത്ത വിളിക്കോ തല്ലൊന്നും ചെയ്തില്ല. ആ കുട്ടി വീട്ടിലെത്തിയിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഉമ്മ വിളിച്ചു, പിന്നെ ഇവനിങ്ങനെ കരയുന്നില്ല, ഉസ്താദിനെ പറയുന്നത് എന്താ? അപ്പോൾ ഉസ്താദ് ചോദിച്ചു, എന്താ സംഭവം? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഉസ്താദ് ഇന്ന് എൻ്റെ മുഖത്ത് നോക്കിയില്ല ക്ലാസ്സിൽ, എനിക്ക് പൊറുക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആകെ എന്തൊക്കെയോ അസ്വസ്ഥതയാകുന്നു, ഞാൻ ക്ലാസ്സിൽ എങ്ങനെയോ പൊറുപ്പിച്ചതാ, എനിക്ക് വീട്ടിലെത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആകെ ലോക്കാണ്. ആ രക്ഷിതാവിൻ്റെ സമീപനം നേരെയാണെങ്കിൽ, യാനത്തിൽ പറഞ്ഞ ഇതിനെപ്പറ്റി മർഹബൻ, പിന്നെ ബദറുസ്താദ് തങ്ങളുസ്താദ് പറഞ്ഞു എന്ത് എന്തായാലും പറയാ, ഒരു സ്നേഹക്കൊട്ടുന്നു അങ്ങനെ എന്തോന്ന് പറഞ്ഞു. അതാണത്. ഏത് തല്ലല്ല, നമുക്ക് ലർബയൊക്കെ കാണുമ്പോൾ ഓർമ്മ തല്ലുണ്ട്, പോലീസുകാരെ തല്ല്. അതല്ല, അതെവിടെ മനസ്സിലാകും? ഈ സമീപനം നേരെ, ഹുലുക്ക് നേരെ അല്ലെങ്കിൽ നമ്മളല്ലേ നേരെ ആകണ്ട? അവിടെ നമ്മളെ ഹുലുക്കല്ലേ നേരെ ആകണ്ടേ? അതല്ലേ ഫസ്റ്റിൽ നേരെയാകേണ്ടതല്ലേ? ശരിക്ക് അത്
ഒന്ന് താലീമിൽ അത് കൊണ്ടുവരേണ്ട ഒരു മാറ്റർ അല്ല. ഇനി ബൈ ചാൻസ് അത് കൊണ്ടുവന്നാൽ പോലും നമ്മൾ ഇന്ന് പറയുന്ന ഈ ഒരു തല്ലിൻ്റെ പോസ്റ്റിലേക്ക് ആ സാധനം വരൂല, ഒരാവശ്യം വരൂല. പക്ഷെ ഒരു രക്ഷിതാവ് എന്നുള്ളതിലേക്ക് എന്ത് വേണം? രക്ഷിതാവ് കൽപ്പിക്കേണ്ടത് കൽപ്പിക്കുകയും ആ രക്ഷിതാവ് ഈ നിസ്കരിക്കണം എന്നാണ് എൻ്റെ ഭാഷ, എൻ്റെ ഇത് എന്ന് കുട്ടിയെ അറിയിക്കണം. ഓ ഓ ആ ശരിക്കും നമ്മൾ അതിന്റെ പരിഹാരം കാണണ്ടേ? നമ്മുടെ അഫ്ലേന്റെ വീട്ടിലേ, അഫ്ലേന്റെ ഉമ്മ ഇപ്പൊ ഉമ്മറൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഇത് ഒഴിവിനെ കൂടി ആക്കിയിട്ട് അങ്ങനെ ഇത് ലാസ്റ്റ് നിശ്ചയിച്ചായതുകൊണ്ട് ഒന്ന് പോയി വരണം. സൗകര്യം പോലെ നിസ്കരിക്കുകയും സഹായിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നു. അപ്പോ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൗരവത്തിൽ കാണുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ഇപ്പോൾ സ്കൂളിൽ പോയാൽ സൗകര്യമില്ല, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സൗകര്യമുള്ള ഒരു സ്കൂൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സൗകര്യമൊന്നും ഇല്ലാത്തയിടത്ത് മക്കളോട് ഭയങ്കരമായിട്ട് കൽപ്പിച്ചിട്ട് കുട്ടികളെ കടുപ്പാക്കിയിട്ട് കാര്യമില്ല. ശരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ മോളാണ് അല്ലെ മോനാണ്, ഏതായിരിക്കും ക്ലാസ്? അതെ, ഇപ്പോൾ 10 വയസ്സാവില്ല 5ആകുമ്പോഴേക്ക്. അപ്പോൾ ആ പ്രായത്തിലെത്തിയിട്ട് സൗകര്യമില്ല. അപ്പം മോളോട് ചർച്ച ചെയ്യണം, നമുക്ക് നിസ്കാരം വേണ്ടേ, നമ്മൾ എന്ത് ചെയ്യാം, സ്കൂൾ അതിന് പറ്റുന്ന ഒരു സ്കൂളാക്കിയല്ലേ. അപ്പോൾ കുട്ടിക്ക് ഗൗരവം മനസ്സിലായി, ഒരു ഉപ്പ അതിന് ഇടപെടുന്നത് എങ്ങനെ. അപ്പോൾ കുട്ടിയായിട്ട് ചർച്ച ചെയ്തു, നമ്മൾ സ്കൂൾ സൗകര്യമുള്ള സ്കൂളിലേക്ക് മാറുന്നു, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതൊരു പ്രധാന വിഷയം തന്നെ ആകണം നമുക്ക്, അതൊരു പ്രധാന വിഷയമാണ്. അതിപ്പം നിസ്കാരമല്ലേ എന്നായാൽ കുട്ടി അത് പഠിക്കും. അതല്ല, നിസ്കാരം ഗൗരവമാണ്, നമ്മൾ അതിനെന്തെങ്കിലും പരിഹാരം വേണമെന്ന് ആലോചിച്ച് ഒരു സ്കൂള് ഏതാണ് സൗകര്യം എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ ഉള്ളിൽ നിന്ന് വരണം, ആ ഒരു ചിന്താഗതിയും സമീപന രീതിയും. അപ്പോൾ കുട്ടി പഠിച്ചു, പ്രാക്ടിക്കൽ പഠിച്ചു നിസ്കാരം, അതിൻ്റെ ഗൗരവം പ്രാക്ടിക്കൽ പഠിച്ചു, കുട്ടിക്ക് അത് കറക്റ്റ് കബൂലായിരിക്കും. അങ്ങനെ അപകടമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. ഇല്ല ഉസ്താദ്, അതിൽ കുട്ടിയായിട്ട് ചർച്ച ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാ സ്ഥലത്തേക്കും വണ്ടി കിട്ടും. ഇപ്പോഴൊക്കെ സ്കൂളൊക്കെ പലപ്പോഴും ഫ്രീ ആയിട്ട് വണ്ടി കിട്ടാൻ വരെ ചാൻസ് ഉള്ള ഒരു കാലവും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഇത്ര വിഷയം. ഓ പീഡനാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് തല്ലേണ്ടി വരുന്നില്ല. ഒരു നോട്ടം ഒഴിവായാൽ പോലും അതെന്ത് ചെയ്യുന്നുണ്ട്, അശ്രദ്ധാകുന്നുണ്ട്. തല്ലല് ശരിക്ക് അവിടെ നോട്ടവും ഒഴിവാക്കേണ്ട ഇല്ലായിരുന്നു, അയാൾ അതല്ല ചെയ്യേണ്ടത്. പക്ഷെ അയാളെ ഭാഗത്ത് സംഭവിച്ച അതിന് പോലും എന്തുണ്ടെന്നാ പറയുന്നത്, ഭയങ്കര പരിക്കുണ്ട്. വേദനയില്ലാത്ത ശിക്ഷ, ശാരീരിക വേദന ഇല്ല, പക്ഷെ മനസ്സിന് ഭയങ്കര വേദനയാണ്. പക്ഷെ അതുപോലും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ സമീപനം. എൻ്റെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരുപാട് വിഷയങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചില്ലേ. ഇനി ഈ രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് വന്നു, അതിനുശേഷം ഇവിടെ എത്ര മഹാന്മാർ പഠിപ്പിച്ചു. ഭാരതീയ ഗുരുകുല സംവിധാനം, നിങ്ങളുടെ ടീച്ചിങ് സംവിധാനത്തിൽ പഠിച്ചു നോക്ക്, അതിൽ തല്ലുണ്ടോ? ഇല്ല. അല്ല, ആ സംവിധാനത്തിൽ തല്ലിപ്പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആശയം ഇല്ല. അതെ നമ്മൾ പറയുന്ന ഇപ്പോൾ അതിന്റെ ചോദ്യം തല്ലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മറുപടി ഇതാണ്. ചോദ്യം ശരിയായിട്ട് വന്നു. അല്ല, അവിടെയാണ് മാറ്റർ. അത് നല്ലൊരു ചോദ്യം, ഇതിൽ പോയിന്റ് വരണം. സത്യം പറയുകയാണെങ്കിൽ തല്ലിനെതിരെ വരുന്നത് ശരിക്കും ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ
ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിരവധി തവണ സ്റ്റേറ്റ് ലെവലിൽ ചർച്ച വിഷയമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ശരിക്കും വിദ്യാർത്ഥികൾ വളരേണ്ടത് തല്ലിനെ പേടിച്ചിട്ടല്ല അവർ മാറേണ്ടത്. ഈ ആശയം കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ തല്ല് ഒഴിവാകുന്നത്. പക്ഷെ അത് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള സൊല്യൂഷൻ ചെയ്യുന്നുമില്ല. അധ്യാപകർക്ക് ബാക്കിയുള്ള എങ്ങനെയാണ് ഈ പരിഹാരം കാണേണ്ടതെന്ന് എത്തുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ആ വാക്യത്തുകളല്ല അതിൻ്റെ പശ്ചാത്തലം. ഞാനിപ്പോൾ ഫിനിഷ് എഡ്യൂക്കേഷൻ പറഞ്ഞില്ലേ, ഫിനിഷ് എഡ്യൂക്കേഷൻ്റെ പ്രധാന ഹൈലൈറ്റ് എൻ്റെ ഫോണുണ്ട്, അതിലൊരു ഇമെയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടാബ് ഉണ്ടായിരുന്നു. ടാബ് കേൾക്കുക, നിങ്ങളെ ബാഗിലുണ്ടാവും എൻ്റെ ടാബ്. ഫിനിഷ് എഡ്യൂക്കേഷൻ്റെ പ്രധാന 10 ഹൈലൈറ്റ്സ്. ആ 10 ഹൈലൈറ്റ്സ് നമ്മുടെ സംവിധാനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം, അതായത് ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഡെവലപ്പ് ചെയ്യുക. ഈ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിച്ചത്, ഇത് പക്ഷെ സ്റ്റേറ്റിൽ നിന്ന് താഴോട്ട് ഈ ട്രെയിനിങ് സിസ്റ്റം വരുമ്പോൾ ആകെ കൊളായി. എന്താ, ഡൈല്യൂഷൻ ഫൈലായി, പരാജയപ്പെട്ടു. നേർപ്പിച്ച് ജില്ലയിലേക്കും അതുപോലെ ഉപജില്ലകളിലേക്കും ക്ലസ്റ്ററിലേക്കും പോകുമ്പോഴേക്ക് ഫ്ലഷ് ഔട്ടായി പോയതാണ്. പ്രധാന ഹൈലൈറ്റ്സ് ഒന്നെന്താ പറയുക, അതായത് കോർ ഫിലോസഫി ആൻഡ് പ്രിൻസിപ്പിൾസ്. പിന്നെ ഒന്ന് ഇക്വാലിറ്റി ആൻഡ് എക്വിറ്റി, എല്ലാ കുട്ടികൾക്കും പഠനം കിട്ടുക, സമഗ്രത ഉണ്ടാവുക. മറ്റൊന്ന് ഒരാൾക്കും സാമ്പത്തികം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ എന്ത് കിട്ടുക, വിദ്യാഭ്യാസം കിട്ടുക. പിന്നെ വെൽബീയിങ് ഫോക്കസ്ഡ്, കുട്ടി ഉഷാറാവുക എന്നതാണ് മാറ്റർ. എന്തല്ല നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് പാസ്സാക്കി പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളതിനുപരി കുട്ടിയുടെ ലൈഫ് ഉഷാറാകുക എന്നുള്ളതാണ് ഫോക്കസ്ഡ്. 4മത്തത് ട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റം. ഒരു കുട്ടിക്ക് ഏറ്റവും ട്രസ്റ്റ് ആരോടാണ്? തൻ്റെ ടീച്ചിങ് സംവിധാനത്തോടാണ്, തൻ്റെ ടീച്ചേഴ്സ്, തൻ്റെ സ്ഥാപനത്തോടാണ് ഏറ്റവും ട്രസ്റ്റ്. അതായത് ഏറ്റവും കൂടുതൽ അമാൻ ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. പിന്നെ ലെസ് പ്രഷർ, മോർ ലേണിംഗ്. ഒരിക്കലും കുട്ടിക്ക് പഠിക്കുന്ന സമയത്ത് പിന്നെ പ്രഷർ ഫീൽ ചെയ്യരുത്, ഭയങ്കര മാനസിക സമ്മർദ്ദം, മാനസിക പിരിമുറുക്കം, അത് കുട്ടിക്ക് ഫീൽ ചെയ്യരുത്. അത് ഒറിജിനൽ പഠനമല്ല. ഇതാണ് അതിൻ്റെ കോർ സാധനം. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരിക്കലും വരാത്തൊരു സാധനമാണ്, അതിനോട് ഒരു മുവാഫക്കത്തും ഇല്ലാത്ത, ഒരു മാച്ചിങ്ങും ഇല്ലാത്തൊരു സാധനമാണ് സ്റ്റിക്ക്. ഇപ്പം ഞാൻ എൻ്റെ പഠനം, ഞാൻ 8 കൊല്ലം സിറാജുൽ ഹുദയിൽ പഠിച്ചു. ഒരു തവണ പോലും എൻ്റെ ഉസ്താദ് എന്നെ തല്ലിയിട്ടില്ല. ഒരു തവണ പോലും എന്നെ ഉസ്താദ് ചീത്ത വിളിച്ചിട്ടില്ല. ഒരു തവണ പോലും എടാന്നോ അല്ലെങ്കിൽ പോടാന്നോ അല്ലെങ്കിൽ സഭ്യതരമായ ഒരു വേർഡ് 8 കൊല്ലത്തിനിടയിൽ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ എനിക്കൊരു ബാക്ക്വേർഡ്നെസ് ഉണ്ടായിട്ടില്ല. അതിനുശേഷം 12 കൊല്ലം ഞാൻ സിറാജുൽ ഹുദയിൽ സേവനം ചെയ്തു. എനിക്കതുകൊണ്ടൊരു ബാക്ക്വേർഡ്നെസ് ഉണ്ടായിട്ടില്ല. ഉസ്താദിൻ്റെ ഉസ്താദ് അങ്ങനെയാണ്. നിങ്ങൾ ഓക്കെ ഉസ്താദിനെ എടുത്ത് പഠിച്ചു നോക്ക്. അതന്നെ ഓക്കെ ഉസ്താദിൻ്റെ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ അരീക്കോട് ഉള്ള ഒരു റസാഖ് ഉസ്താദ് ഉണ്ടായിരുന്നു, ദീർഘകാലം ഓക്കെ ഉസ്താദ്. അങ്ങനെ കുറേ ശിഷ്യന്മാർക്കാണ്. മഞ്ഞപ്പറ്റ ഉസ്താദിനെ ഞാൻ കണ്ട് സംസാരിച്ചു. അങ്ങനെ ഒരുപാട് ഉസ്താദുമാരെ ഓക്കെ ഉസ്താദിൻ്റെ സ്മരണിക പലതവണ വായിച്ചതിന് ശേഷം ഈ മാറ്റർ അതിലുണ്ട്, ഓക്കെ ഉസ്താദിൻ്റെ ആ മെത്തേഡുകളിലുണ്ട്. അവരെല്ലാം പറയുന്നത് ഇതന്നെ. റസാഖ് ഉസ്താദ് ഒരു സംഭവം പറഞ്ഞു. ഒരിക്കൽ ചാലിയത്ത് ദർശനം നടത്തുന്ന സമയത്ത് ഏതോ ഒരു ഉസ്താദ് അവിടെ ഒരു പ്രസംഗം നടക്കുമ്പോൾ, ഈ വിദേഹത്തുകാരുടെ ഏറ്റൊരു പ്രസംഗം നടക്കുമ്പോൾ അവിടെ നിന്നു അങ്ങനെ എന്തോ ഒരു പരാതി വന്നു. ഈ പരാതി പറഞ്ഞപ്പോൾ ഓക്കെ ഉസ്താദ് ആകെ അയാളോട് ചോദിച്ചാൽ എൻ്റെ കുട്ടിക്ക് അത് വേണോ? അയാൾ പറയാ, റസാഖ് ഉസ്താദ് പറയാം, അയാൾ ഇനി ഒരു തൗബ അയാൾക്ക് ഇനി ബാക്കിയില്ല. അങ്ങനെ തൗബ ചെയ്തു പോയി അയാൾ. കാരണം ആ ഒറ്റ വാക്ക്. ഇത് ഞാനൊരു സദസ്സ് പറഞ്ഞപ്പോൾ ഓക്കെ ഉസ്താദിൻ്റെ ഒരു ശിഷ്യനായ ഒരാൾ പറഞ്ഞു, പിന്നെ ഒരിക്കൽ മുടി വെട്ടാത്തതിനെ കുറിച്ച്, മുടി കുറച്ച് നീളമുള്ളതിനെ കുറിച്ച് ആരോ ഒക്കെ ഉസ്താദിനോട് പറഞ്ഞു, കുട്ടികളൊക്കെ ചിലർക്ക് മുടി വെട്ടാത്തതുകൊണ്ട് ഉസ്താദ് നോക്കണം. ഉസ്താദ് അയാളോട് പറഞ്ഞു, ഇത് ബുലുവും റുഷ്ദൊക്കെ ആയവരല്ലേ, ഓലെ തലയും മുടിയൊക്കെ നമ്മൾ പരിശോധിക്കാൻ തന്നെ ഒരു മോശമല്ലേ എന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു? ഇവരെല്ലാവരും പോയി മുടി വെട്ടി. എന്നാല് ഇതെന്താന്നറിയാവോ, നമ്മള് ഓക്കെ ഉസ്താദിൻ്റെത് അങ്ങനെയാണ് എന്ന് കരുതി നിങ്ങൾ വടിയെടുത്താല് നിങ്ങൾ 1 ഇഞ്ചുള്ള ആൾ എടുക്കേണ്ടി വരും. ഇനി അടുത്ത ആൾ എന്ത് എടുക്കേണ്ടി വരും എന്നറിയോ? ഒലക്ക എടുക്കേണ്ടി വരും.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല മാറ്റർ. ഈ സാധനത്തിന്റെ മാറ്റർ അങ്ങനെ അല്ല കേട്ടോ. ഈ സംഗമത്തിന്റെ മാറ്റർ നിങ്ങൾക്ക് വടിയെടുക്കാതെ പഠിപ്പിക്കാം. ഇത് മുത്തബിഹിയാണ്. ഏത് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വില്ലിങ് ആണോ? ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊരു 4 മാസം തുടർച്ചയായി ഫോളോ അപ്പ് വെക്ക്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കൊരു കുട്ടിയെ തല്ലേണ്ടി വരാത്തത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ അതൊക്കെ ആദ്യം ഫോം ചെയ്യും. ആദ്യം അതൊക്കെ ഒന്ന് തീരുമാനിക്ക്, ഞാൻ കാണിച്ചു തരാം. യെസ്. അല്ല, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കേണ്ടത് ആ സബ്ജക്റ്റ് തല്ലാതെ പഠിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കഴിയുന്നത് ഞാൻ കാണിച്ചു തരാം. എന്ന് നിങ്ങൾ കരുതുന്നു? ഞാനത് കാണിച്ചു തരും. ഇപ്പൊ ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ എടുത്തു. അതിൽ ഉസ്താദ്, വലിയ സ്ഥാപനമാണ്, കേരളത്തിൽ അറിയപ്പെട്ടൊരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഇതുപോലെ ഏകദേശം 5 മണിക്കൂറോളം, വലിയ ഉസ്താദ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെയൊക്കെ ഉസ്താദുമാരുടെ കൂടെ സക്കാഫിയായി ഇറങ്ങിയ വലിയ ഉസ്താദ്, അറിയപ്പെട്ട സക്കാഫി, ഒരു അടക്കം 5 മണിക്കൂർ ഇരുന്ന് ഇതുപോലെ ചർച്ച ചെയ്തു. ഞാൻ ഇതേ പ്രശ്നം പറഞ്ഞു. എന്ത്, ഈ ജമാഅത്തിന്റെ വിഷയത്തിനാണ് ആകെ ഒരു തല്ലണ്ടി വരുന്ന ഒരു കേസ് പറഞ്ഞു. അതായത് ഞാൻ തല്ലിന് പറയുന്നു, നിങ്ങൾ തല്ലണ്ട കേസ് പറ, തല്ലാതെ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ അവരോട് സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കാൻ പറഞ്ഞു. അതിൻ്റെ റൂട്ടൊക്കെ പറഞ്ഞു, ഷുറൂത്തും അതിൻ്റെ സിഫത്തൊക്കെ പറഞ്ഞു. അത് നടപ്പിലാക്കി. അതിനുശേഷം ഒരു സെഷന് മലപ്പുറത്ത് വെച്ചിട്ട്, മലപ്പുറം കുന്നുമ്മൽ അവിടെ വെച്ചിട്ടൊരു മുദരിസുമാരുടെ ഒരു ട്രെയിനിങ് നടക്കുകയാണ്, 1 ഡേ ട്രെയിനിങ്. അതിൽ ഉസ്താദ് ഗസ്റ്റായിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന് വരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ക്ഷണിച്ചതാണ്, നോർമൽ ക്ഷണിച്ചതാണ്. ഉസ്താദ് വണ്ടി എടുത്തിട്ട് അവിടെ വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഉസ്താദ് പറയാ, ശരിക്ക് ഈ ഉസ്താദ് എന്നൊന്നും പറയണ്ടില്ല, പക്ഷെ ഉസ്താദ് പറഞ്ഞ വാചകം, ഈ ഉസ്താദിന്റെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടൊരു വിഷയമായിരുന്നു കുട്ടികൾ ജമാഅത്തിന് പങ്കെടുക്കുക. പക്ഷേ പിന്നീട് എല്ലാവരും മത്സരിച്ച് പങ്കെടുക്കുന്നത് കണ്ട് അതിനുശേഷം ഒരു വടിയെടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഉസ്താദ് ഈ മുദരിസുമാരുടെ ഇടയിൽ അനുഭവം പറയും. ഇതൊരു ഒറ്റപ്പെട്ടൊരു ഫരീദായ സംഭവമല്ല, പിന്നെ ഇത് ഉമൂമായ സംഭവമാണ്. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മുത്തബിഹിയാണ്. എനിക്ക് പറയാൻ പറ്റേണ്ട, ഇനി പറയേണ്ട ഒരു മാറ്ററാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം നിങ്ങളെ കൊണ്ട്. ഇതാണ് എനിക്ക് പിന്നെ പറയാൻ കഴിയുന്ന അവസാനത്തെ ഒരു ഏറ്റവും അവസാനത്തെ ലൈൻ. അതാ പറഞ്ഞേ, അതിന്റെ മറുപടി ഇതാണ്. അതിന് മറുപടി ഇതാണ്. അത് ഇനി പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇതിനി 4 മാസം നമ്മളെ ഈ സ്റ്റൈലിൽ നമ്മളെ ബാക്കപ്പോട് കൂടെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധാണോ? അന മസൂൽ. ഇതാണ് ഇതിൽ നമ്മൾ. ഇപ്പം ഇത് കഴിയുമ്പോൾ പിന്നെ എന്നെക്കാൾ ആവേശത്തിൽ ആര് പറയും? എൻ്റെ മുസ്തമയെ പറയും, നിങ്ങൾ പറയും, ശരിയാട്ടോ. അപ്പം നമ്മൾ തല്ലിയതോ? ആ തല്ലിയത് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട്. അന്നത്തെ നമ്മുടെ ഇൽമിന്റെ ലെവൽ അതായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു കുട്ടിയുടെ റൈറ്റ് കൂടി പരിഗണിക്കണ്ടേ, കുട്ടിയുടെ ഹക്ക് കൂടി പരിഗണിക്കണ്ടേ? അവിടെ ശരിക്ക് പക്ഷെ അതില് ഇതിന്റെ മറുപടി ഇപ്പം ഇതന്നെയാണ്. അതായത് നമ്മൾ ഈ തജ്രിബത്ത് എന്തായാലും ഒരു കാര്യം സ്ഥിരപ്പെട്ടല്ലോ, എന്ത്, രണ്ടും ഉണ്ടെങ്കിൽ അഫ്ലല് ബിഗൈരി ലർബാണ് അഫ്ലല് എന്നുള്ളത് നമ്മൾ സ്ഥിരപ്പെട്ടു, സബത്ത. ആ സ്ഥിതിക്ക് അതെ 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 അതാ പറഞ്ഞത്. അപ്പൊ ഒരു ലർബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സാധനം വെച്ചിട്ട് റിയൽ ഇപ്പൊ ഹക്കീക്കത്തന്നെ ഉള്ള സാധനം വെച്ച് നോക്കും. അല്ല അതെ, മറ്റതും തജറുബായാൽ മറ്റതാണ് ഫളിൽ എന്ന് വരുമല്ലോ. അത് പറ്റൂല. ഇവിടെ ഒരു സംഗതി നിർബന്ധമാണ്. അത് ശരി, അത് വളരെ ശരി. അത് പറ്റൂല. അതൊരു കാരണവശാലും ഒരു ഉസ്താദിന് പറ്റൂല. അതായത് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിജയിക്കണം. അതായത് ഇത്തരം സംഘാഷികളെല്ലാം വിജയിക്കണം. വിജയിക്കാൻ നമുക്ക് മറ്റൊരു തജറുബ ഒരു ഭാഗത്ത് അത് ഉള്ളപ്പോൾ തന്നെ നമ്മൾ പറയുന്നു ഇതും കൂടി തജ്രിബത്താക്കാം നമ്മൾ സന്നദ്ധാണ്.
അതന്നെ വേണ്ട, ഇതും കൂടിയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈ കാലത്ത് അതുകൊണ്ടുണ്ടായി തീരാവുന്നൊരു പരുക്കുണ്ടല്ലോ, അത് പ്രത്യേകിച്ചും നമ്മൾ കവർ ചെയ്യണ്ടേ? അതെ, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. പിന്നെ മറ്റൊരു വിഷയം, പലപ്പോഴും ഈ ആ മേഖല ഉപയോഗിക്കുമ്പോൾ, ഇപ്പം നമ്മൾ 10 കുട്ടികളാണെങ്കിൽ ആ 10 കുട്ടികളിൽ നിന്ന് നമ്മളെ ശ്രദ്ധയിൽ വരാതെ വരുന്ന പരുക്കുകളുണ്ട്, നമ്മളെ ശ്രദ്ധയിൽ വരാത്ത ചില പരുക്കുകൾ. ഈ പരുക്കുകൾ ജീവിതകാലം വരെ നിലനിൽക്കൽ മാത്രമല്ല, അവരടുത്ത ജനറേഷൻ അത് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ പരുക്ക് കൂടും. ഒരു ദിവസം ഞാൻ വളരെ ചിന്തിച്ചു പോയൊരു സമയമുണ്ട്. ഇതുപോലത്തെ ഒരു ഉസ്താദുമാരുടെ ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉസ്താദ് ഇതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ അടിച്ചേ പറ്റൂ എന്നുള്ളടത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ കൊണ്ടുപോയി അയാളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് തെളിയിച്ചു താങ്കളെ. അപ്പം മൂപ്പര് നമുക്കൊക്കെ അടി കിട്ടിയിട്ടല്ലേ, നിങ്ങൾ ആ ഫളിലാണ് എന്നുള്ള എനിക്കൊന്ന് തെളിയിച്ചതാ, അതാണ് ഫളിൽ എന്നുള്ളത്. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, ഞാനൊരിക്കൽ തഫ്സീറിൻ്റെ ക്ലാസ് നടക്കുമ്പോൾ തലവേദനയായിട്ട് കിടക്കുമ്പോൾ എൻ്റെ മറ്റൊരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞൊന്ന് പറയണം ഉസ്താദിനോട്, എനിക്ക് തലവേദനയായിട്ട് വയ്യ. അവനോട് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഉസ്താദ് ഇതിൽ വലബളയിട്ട് വന്ന് 16 അടി ഇയാൾക്ക് കിട്ടി. അയാൾ പറഞ്ഞു എനിക്ക് 16. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. ആ ഓർമ്മയുണ്ട്. നിങ്ങളെ അടിച്ചത് ന്യായമാണോ അന്യായമാണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കിപ്പോൾ അടി കിട്ടിയത് ന്യായമാണോ അന്യായമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അടുത്ത ലഫ്ള് പറയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചത്, ന്യായമാണോ? ആ സ്ഥാനത്ത് മറ്റയാളോട് പറയാൻ വിട്ടുപോയതുകൊണ്ടല്ലേ സംഭവിച്ചത്. ഒരാൾ ഒരു മറല്ലൻ കിടന്നതിന് അയാൾ ശിക്ഷിക്കപ്പെടാൻ പാടുണ്ടായിരുന്നോ? ഇങ്ങനെ ഓരോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലെന്തുണ്ടാവും? ഫീഹി ഖത ഉമ്മ. പക്ഷെ അതിൽ നമ്മൾ പിന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ നിർദ്ദേശം ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവമല്ലത്. മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ കൂട്ടത്തിൽ ഉലമായിൽപ്പെട്ട ആളാണ്, സ്വഹാബത്തിന്റെ ഉലമായിൽപ്പെട്ട ആളാണല്ലോ. അതല്ലേ ശരിക്കും നമുക്ക് അവലൻ ഇത്തിബാ, അതല്ലേ? അപ്പം അത് പ്രയോഗവൽക്കരിക്കുക എന്നത് നമ്മുടെ ദൗത്യമല്ലേ? അതിൻ്റെ മുഖാലിഫായ ഒരു സംഗതി പ്രയോഗവൽക്കരിക്കലാണ് സംഭവിക്കുന്നത്. അത് നമുക്ക് കബൂലല്ല. നടന്നിട്ടുണ്ടാകാം, നടന്നതിൻ്റെ പിന്നാലെ ഇനി പോകണ്ട. ഞാൻ പറയുന്നത് ഇത് ശരിയാകുമെന്ന് ഞാൻ പറയും. ശരിയാകുന്നത് നമ്മളെ അനുഭവമാണ്. സത്യം പറയുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളിപ്പോൾ ഹിഫുള്ളിലൊക്കെ വ്യാപകമായി പറയപ്പെടുന്നു, അല്ലാതെ തല്ലും. എൻ്റെ വിപത്ത് എത്രയെന്നറിയോ? ഒരു അധ്യാപകൻ, ഞാൻ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല കഴിവുള്ളൊരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ടൊക്കെ പീരീഡിൽ പഠിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ചിട്ട് സക്സസ് ആക്കി കാണിച്ചു തരും, ഗ്യാരൻറ്റിയോടുകൂടെ. ഭയങ്കര സ്മാർട്ടാണ് ആൾ. ഇയാളൊരു ദിവസം ഇതിങ്ങനെ സെഷനിൽ ഇരിക്കുന്നതിപ്പോൾ അയാളിങ്ങനെ സ്റ്റക്കായിരുന്നു. ഒന്നും പറയുന്നൊന്നുമില്ല, നിങ്ങൾക്ക് അഭിപ്രായം ഒന്നുമില്ലേ, അതൊന്നും പറയുന്നില്ല. ലാസ്റ്റ് എന്നോട് അയാൾ ചോദിച്ചു, ഞാനൊരു സ്ഥാപനത്തിൽ വിളിച്ച് അവിടെ വരുമെന്ന് ചോദിച്ചു. എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കും. അയാൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു ഭയങ്കര വൈകാരികത, ഒരു ബ്ലോക്കായ വൈകാരികത. അപ്പം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു ഹാഫിളായ നല്ല പാണ്ഡിത്യമൊക്കെ ഉള്ള ഒരു കുട്ടി, ആ കുട്ടി എന്നോട് പറഞ്ഞു, സുഹൃത്ത് കാണുമ്പോൾ ഭയങ്കര ഈ സാർ ചോദിച്ചു എന്താ മോനെ പ്രശ്നം? അയാൾ പറഞ്ഞു, എനിക്ക് ഈ സാധനം കൊണ്ടാണ് എനിക്ക് വെറുതെ അടി കിട്ടിയത്. കുട്ടിയുടെ മനസ്സിന്നത് പോയിട്ടില്ല. ഇയാളൊരു വലിയൊരാളായിട്ട് പോലും അയാളെ മനസ്സിൽ ഈ സാധനം പോയിട്ടില്ല. ചിലപ്പോഴൊക്കെ ഹിഫ്ലിൻ്റെ ആൾക്കാർ പറയും, അടി കിട്ടിയ ഭാഗ സ്വർഗത്തില, അങ്ങനെ കുറേ സംഗതികളുണ്ടല്ലോ, നമ്മളായിട്ട് സൗകര്യത്തിന് ഉണ്ടാക്കുന്ന കുറേ സംഗതികൾ. അത്തരം സംഗതികൾ, കുറേ മദ്ഹുകൾ നമ്മൾ അതിനുണ്ടാക്കി അത് പഠിപ്പിച്ചു വെക്കുകയാണ്, കുറേ ബൊമ്മകൾ. എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് വളരെ വലുതാണ്, ഭയങ്കര ഡേഞ്ചറാണ്. പിന്നീട് അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നത് മന്ദുവല്ല എന്നുള്ളത് എന്തായാലും. അതേസമയം നമ്മൾ ഈ ഒരു സംഗതി ഉപയോഗിച്ച് വന്നാലോ, പിന്നെ നമുക്ക് മനസ്സ് ബോധ്യപ്പെട്ടു ശരിയാണ്.